हर हर महादेव बोलो नाथा उमापते बोलो नाथा उमापते शंभो शंकर पशुपते शंभो शंकर पशुपते बोलो नाथा उमापते बोलो नाथा उमापते शंभो शंकर पशुपते शंभो शंकर पशुपते नंदिवाहना नागभूषण नंदिवाहना नागभूषण चंद्रशेखर जटाधरा चंद्रशेखर जटाधरा शूलाधारा ज्योति प्रकाशा विभूति सुंदर परमेशा विभूति सुंदर बोलो नाथा उमापते बोलो नाथा उमापते बोलो नाथा उमापते शंभो शंकर पशुपते शंभो शंकर पशुपते कैलासवासा कनक सभेशा गौरी मनोहर विश्वेशा श्मशानवासा चिदंबरेशा विभूति सुंदर परमेशा बोलो नाथा उमापते शंभो शंकर पशुपते नंदिवाहना नागभूषण चंद्रशेखर जटाधरा शूलाधारा ज्योति प्रकाशा विभूति सुंदर परमेशा बोलो नाथा उमापते शंभो शंकर पशुपते शंभो शंकर पशुपते नमः पार्वतीपतये सर्वत्र गोविंद नाम संकीर्तनम् സുഖായ കർമാണി കരോതി ലോക എല്ലാവരും സുഖത്തിന് വേണ്ടിയിട്ടാണ് ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത് എല്ലാ ജീവികളും. ഇപ്പൊ നമ്മള് കപിലന്റെ ഉപദേശങ്ങൾ പറയുമ്പോൾ അഭക്തന്റെ ഗതി എന്തായിരിക്കും എന്നാണ് ചോദ്യം ദേവഭൂതിയുടെ. അതിന് മറുപടിയായിട്ടാണ് ഒരു സാധാരണ ഒരു ഭൗതികരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിക്കുക എന്ന് പറയുകയാണ്. പ്രായമായവര്, അത്ര വലിയ കുഴപ്പമില്ലാത്തവര്, രോഗം അത്ര ഇല്ലാത്തവര് കാസിനോയിൽ ഇരുന്ന്, ഇവിടെയൊക്കെ ആണെങ്കിൽ കാസിനോയിൽ പോയി സമയം ചെലവഴിക്കണം. അപ്പൊ ഒരു രോഗി ആയ ആള് ബന്ധുക്കളാൽ തിരസ്കരിക്കപ്പെട്ട ഒരാള് എന്താ ചിന്തിക്കുക? മടുത്തു, മരിച്ചാ സുഖാവുന്നില്ല, മരിച്ചാലെങ്കിലും സുഖാവുന്നില്ല. ഈ മരിക്കണത് പോലും അയാൾ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ച ഒരു മഹാത്മാവ് ബാലകൃഷ്ണൻ നായർ സാറ് പറയും, ഈ ആത്മഹത്യ ചെയ്യുന്നു ചിലര്, ആത്മഹത്യ ചെയ്യുന്നവരുടെ മനോഭാവം എന്താ? അവർ സുഖത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ ജീവിതം ദുഃഖമയമാണ്, അതുകൊണ്ട് ഇത് ഉപേക്ഷിച്ചാൽ സുഖാവുന്നതാണ്. അവരുടെ പ്രതീക്ഷ മരിച്ചാൽ സുഖാവുന്നതാണ്. ഇതുപോലെ ഇയാൾ മരിക്കാൻ ആഗ്രഹിക്കാത്ര. നാം മരിച്ചാൽ സുഖാവുമോ?
മരിച്ചു. ഇയാൾ സൂക്ഷ്മ ശരീരവുമായിട്ട് എന്തൊക്കെ കർമ്മം ഇവിടെ ചെയ്യുവോ അതിനനുസരിച്ചുള്ള ലോകങ്ങളിലൊക്കെ ചെന്നിട്ട് സ്വർഗമാണെങ്കിൽ സ്വർഗം, നരകമാണെങ്കിൽ നരകം. മിക്കവാറും രണ്ടാമത് പറഞ്ഞതാവും. ഓപ്ഷൻ ഉണ്ടാവും. ഏത് സ്വർഗം വേണോ നരകം വേണോ എന്നല്ല. പണ്ട് നൃഗൻ എന്ന രാജാവ് മരിച്ചപ്പോൾ ഓപ്ഷൻ കൊടുത്തു എന്നാണ്. ചിത്രഗുപ്തൻ ഏതാ വേണ്ടത്? എനിക്ക് കുറച്ച് നരകമുണ്ട്, കുറെ കൂടുതൽ 99% സ്വർഗമാണ്, ഏതാ ആദ്യം വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ഓപ്ഷൻ കൊടുത്തു. നമുക്ക് ഓപ്ഷൻ കുംഭീഭാഗം വേണോ, രൗരവം വേണോ, മഹാരൗരവം വേണോ, അസ്ഥിപത്രവനം വേണോ എന്നൊക്കെ ചോദിക്കും സാധാരണ മനുഷ്യർ. അപ്പോ മിക്കവാറും ഇങ്ങനെയുള്ള യാത്രകളൊക്കെ അനുഭവിച്ച് ഈ പുണ്യപാപങ്ങൾ തുല്യമാകുമ്പോഴാണ് അത്രേ മനുഷ്യനായിട്ട് പിറക്കാനായിട്ട് വരിക. അങ്ങനെ അച്ഛന്റെ വീര്യത്തിലൂടെ അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിക്കും. ഗർഭാവസ്ഥ ഇതിലും ഭേദം നരകായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. അത്ര ബുദ്ധിമുട്ടാണ്. കാരണം അനങ്ങാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കവറിലിട്ടതുപോലെ അത് തല കീഴായിട്ടൊക്കെ കിടക്കണം എന്നാണ്. പിന്നെ ഓരോ വളർച്ച, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതിപ്പോ നമുക്ക് അധ്യാത്മ രാമായണത്തിലും മലയാളത്തിലും കിളിപ്പാട്ടിലൊക്കെ എത്തച്ഛനും പറയുന്നുണ്ട്. അതേപോലെ തന്നെ അമ്മ കഴിക്കുന്ന ഭക്ഷണമാണല്ലോ ഈ കുട്ടിക്കും കിട്ടുക. കുട്ടിയുടെ ശരീരത്തിലേക്ക് നേരിട്ട് ഈ എരിവും പുളിയൊക്കെ അങ്ങനെ വരുമ്പോ ആ കുട്ടി അവിടെ കിടന്നിങ്ങനെ ഞെരിപുരി കൊള്ളൂത്രേ. അപ്പൊ അമ്മയ്ക്ക് ഇവിടെ സന്തോഷമാണ്, നല്ല വികൃതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷിക്കും. 7ാം മാസത്തിലാണ് ഇത്രേ കുട്ടിക്ക് ബോധം വരിക. ഓരോ അവയവങ്ങള് ഒക്കെ എപ്പോഴാണ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട്. 7ാം മാസത്തിൽ ബോധം വരും. ബോധം വന്നാലേ കുഴപ്പമുള്ളൂ, ബോധമില്ലെങ്കിൽ കുഴപ്പമില്ല. ബോധം വരുമ്പോഴാണ് ഈ ദുഃഖമൊക്കെ ആ കുട്ടി ശരിയായിട്ട് അനുഭവിക്കുക. അപ്പൊ അവിടെ വെച്ച് ഭഗവാനെ സ്തുതിക്കുത്രേ. ജന്തുരുപാച എന്ന് പറഞ്ഞ് ഒരു സ്തുതിയുണ്ട്. ഭഗവാനെ ഓർമ്മ വരും. അവിടെ വെച്ച് ആ കുട്ടി സ്തുതിക്കുന്നതാണ്. ഇനി ഞാൻ ഒരിക്കലും അങ്ങയെ വിടില്ല, മറക്കാണ്ട് നിത്യം ഞാൻ അങ്ങയെ ഭജിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് പറയും. പക്ഷെ പിന്നെ പുറത്തേക്ക് വരുമ്പോ ഇതൊക്കെ മറക്കുന്നതാണ്. വീണ്ടും മായ ബാധിക്കും. വീണ്ടും തുടങ്ങി സുഖം അന്വേഷിച്ചുകൊണ്ട്. കുട്ടിയായിരിക്കുമ്പോൾ മുതിർന്ന കുട്ടികൾ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആഗ്രഹം. അവൻ മുതിർന്നാൽ കുറച്ച് വലുതായി കഴിഞ്ഞാൽ സുഖാവും എന്ന് തോന്നല്. ഈ സുഖാവും എന്ന പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോണത് എന്ന് പറയാ. അങ്ങനെ ഈ സുഖാവും എന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ ജീവിച്ച് മരിക്കുക, ജീവിക്കുക, മരിക്കുക, ഇതാണ് സംസാര ചക്രം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വിവേകാനന്ദ സ്വാമികളൊക്കെ പറയുന്ന പോലെ എല്ലാവരും ഒരു കാലത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം എല്ലാവരും പുറപ്പെട്ടത് ഭഗവാനിൽ നിന്നാണല്ലോ. അതുകൊണ്ട് അവിടെ എത്തിച്ചേർന്നേ പറ്റൂ. അപ്പൊ ഏതെങ്കിലും അവസരത്തിൽ, ഏതെങ്കിലും ജന്മത്തിൽ, ഏതെങ്കിലും സജ്ജനങ്ങളുമായിട്ട് ബന്ധപ്പെടും. അങ്ങനെ എല്ലാ ജീവനും മുക്തി കിട്ടും. പക്ഷെ നമ്മളിങ്ങനെ ഇനി പിന്നെ ആവാമെന്ന് മാറ്റി വയ്ക്കണ്ടല്ലോ. ഇപ്പൊ തന്നെ നമുക്ക് സത്സംഗം കിട്ടിയിരിക്കുന്നു, നമുക്ക് ഇപ്പൊ തന്നെ അതിനുവേണ്ടി ശ്രമിക്കാം എന്നാണ്. അപ്പൊ കപിലൻ പറയൂ, അമ്മേ എല്ലാവർക്കും ഇവിടെ ഒരിക്കൽ മുക്തി കിട്ടും, ഉറപ്പാണ്. പക്ഷേ അത് ആദ്യത്തെ അവസരത്തിൽ ഉപയോഗിച്ചാൽ അത്രയും കഷ്ടപ്പാട് കുറയും, വെറുതെ ചുറ്റിത്തിരിയണ്ടല്ലോ. അതുകൊണ്ട് അമ്മേ എന്നെ ഭജിക്കൂ എന്നൊക്കെ പറഞ്ഞ് ദേവഹൂതിയുടെ എല്ലാ സംശയങ്ങളും തീർത്തു കൊടുത്ത് ഭഗവാൻ അവിടെ നിന്ന് പോവുകയാണ്. ദേവഹൂതി തപസ് ചെയ്തു. അവിടെ ഇരുന്നുകൊണ്ട് ഭഗവാൻ പറഞ്ഞു തന്നത് മനനം ചെയ്തുകൊണ്ട് തപസ് ചെയ്തു. ആ ദേവഹൂതി തപസ് ചെയ്ത സ്ഥാനത്തിന് പേര് സിദ്ധപദം എന്നാണ്. ദേവഹൂതി ശരീരം ഉപേക്ഷിച്ചു. ആ ശരീരം ഒരു നദിയായിട്ട് ഒഴുകി സിദ്ധിത എന്നാണ് ആ നദിയുടെ പേര് എന്നൊക്കെ പറയും. ഇങ്ങനെ കപില വാസുദേവൻ ദേവഭൂതിക്ക്
നൽകിയ ഉപദേശത്തോടുകൂടി കാപിലം എന്ന ഭാഗത്തോടുകൂടി 3-ാമത്തെ സ്കന്ധം സമർപ്പിച്ചു. 4-ാമത്തെ സ്കന്ധത്തിൽ ഈ ദേവഹൂതിയുടെ 9 പുത്രിമാരെ 9 മഹർഷിമാരെ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞുവല്ലോ. അവരുടെ ഒക്കെ വംശങ്ങളെ കുറിച്ച് പറയും. ആ പറയുന്ന കൂട്ടത്തിൽ അനസൂയ എന്ന പുത്രിയെ അത്രി മഹർഷി വിവാഹം ചെയ്തു എന്ന് പറഞ്ഞു. അവരുടെ പുത്രന്മാരായി ത്രിമൂർത്തികൾ 3 പേരും അവതരിച്ചിട്ടുണ്ട്. ബ്രഹ്മാവിന്റെ അംശമായിട്ട് സോമൻ ചന്ദ്രനായിട്ടും ശിവന്റെ അംശമായിട്ട് ദുർവാസാവും വിഷ്ണുവിന്റെ അംശമായിട്ട് ദത്താത്രേയനും. ഇതൊക്കെ ആ വംശത്തിലാണ്. ഈ മനുവിന്റെ 2-ാമത്തെ പുത്രിയായിട്ടുള്ള ദേവഹൂതിയുടെ കഥയാണ് ഇപ്പൊ പറഞ്ഞത്. 1-ാമത്തെ പുത്രി ആകൂതി. ആകൂതിയെ വിവാഹം കഴിച്ചത് രുചി പ്രജാപതിയാണ്. അവരുടെ പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചു യജ്ഞൻ എന്ന പേര്. ആ യജ്ഞൻ എന്ന അവതാരമാണ് ഈ സ്വയംഭുവ മന്വന്തരത്തിലെ പ്രധാനപ്പെട്ട അവതാരമായിട്ട് കണക്കാക്കുന്നത്. യജ്ഞൻ ഭഗവതി ദക്ഷിണയായിട്ടും അവതരിച്ചു. അങ്ങനെ ദക്ഷിണയെ പുത്രികാധർമ്മം എന്നൊരു ധർമ്മമുണ്ട്. മുത്തച്ഛൻ ഈ പേരമകളെ തന്റെ പുത്രിയായിട്ട് ദത്തെടുക്കുന്നത് പോലെ സ്വീകരിച്ചു. എന്നിട്ട് ഈ പുത്രിയെ യജ്ഞനും വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ അവർക്ക് യജ്ഞനും ദക്ഷിണയും അവർക്ക് പുത്രന്മാരുണ്ടായി എന്നൊക്കെ പറയും. ഇനി 3-ാമത്തെ പുത്രി പ്രസൂതി ദക്ഷ പ്രജാപതിയാണ് വിവാഹം ചെയ്തത്. അവർക്ക് 16 പുത്രികൾ ഉണ്ടായി. അത് പലർക്കായിട്ട് വിവാഹം ചെയ്തു കൊടുത്തു. 16-ാമത്തെ ഏറ്റവും താഴെയുള്ള പുത്രി സതി. സതീദേവിയെ വിവാഹം ചെയ്തത് ശിവനാണ്. ദക്ഷന് ഇഷ്ടണ്ടായിട്ട് കൊടുത്തതല്ല, ബ്രഹ്മാവ് നിർബന്ധിച്ചു ശിവന് വിവാഹം ചെയ്തു കൊടുക്കാൻ. അങ്ങനെ വിവാഹം ചെയ്തു കൊടുത്തു. ആ ശിവനോട് ദക്ഷന് അകാരണമായിട്ടൊരു വൈരാഗ്യമുണ്ടായി. അതിന്റെ കഥയാണ് ദക്ഷയാഗം എന്ന കഥ. ആദ്യമായിട്ട് ഈ 4-ാമത്തെ സ്കന്ധത്തിൽ പറയുന്ന ഒരു കഥയാണ് ദക്ഷയാഗം. അതിനു മുമ്പ് ഈ ദേവഹൂതിയുടെ മറ്റൊരു പുത്രിയിൽ മൂർത്തി എന്ന പുത്രിയിൽ ജനിച്ച ഭഗവാന്റെ അവതാരങ്ങളാണ് നരനാരായണന്മാർ ഒക്കെ സൂചിപ്പിക്കും. അപ്പോ ഈ ദക്ഷയാഗം കഥ പറയാണ്. ഒരു സദസ്സ്, ദേവന്മാരും മഹർഷിമാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു സദസ്സ് വിളിച്ചു. അത് അധ്യക്ഷൻ ദക്ഷനാണ്. അപ്പൊ സാധാരണ സദസ്യരൊക്കെ വന്നതിന് ശേഷമാണല്ലോ അധ്യക്ഷൻ വരിക. അല്ലാതെ അധ്യക്ഷൻ നേരത്തെ കയറി സ്റ്റേജിലിരിക്കുക അങ്ങനെ ഉണ്ടാവില്ലല്ലോ. വായനക്കാരുണ്ടാവും, ചിലക്കിൽ ആരും ഉണ്ടാവില്ല. ഇയാൾക്കിത് വായിച്ചു കഴിക്കണമല്ലോ, അങ്ങനെ ഉണ്ടാവും. പക്ഷെ സാധാരണ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം അധ്യക്ഷൻ അങ്ങനെ വരിക ഉണ്ടാവില്ല. മിക്കവാറും ഒരു തിരക്കില്ലാത്തവരും അവസാനം കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരിക, തിരക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ദക്ഷൻ അവസാനം വന്നപ്പോ അധ്യക്ഷനാണല്ലോ, എല്ലാവരും എഴുന്നേറ്റ് വന്ദിച്ചു. പക്ഷെ 2 പേരെ എഴുന്നേറ്റ് വന്ദിച്ചില്ല എന്നാണ്, ബ്രഹ്മാവും ശിവനും. ദക്ഷൻ ഇത് നോട്ടീസ് ചെയ്തു. അപ്പൊ ഇവിടെ സാധാരണ ഒരു നടപടിക്രമമുണ്ടല്ലോ, ഒരു മീറ്റിംഗ് ഒക്കെ ആവുമ്പോൾ ആദ്യം സ്വാഗതം പറയാ. സ്വാഗതം പറയാനുള്ള ആള് പുറപ്പെട്ടുള്ളൂ. അപ്പോഴേക്കും ദക്ഷൻ പറഞ്ഞു, 1 മിനിറ്റ്, എനിക്ക് ആദ്യമായിട്ടൊരു സാമാന്യ മര്യാദയെ കുറിച്ച് എനിക്ക് 2 വാക്ക് പറയണം, എന്നിട്ട് മതി ഈ മീറ്റിങ്ങിന്റെ നടപടിക്രമം. ദക്ഷൻ പറഞ്ഞു, നിങ്ങളൊക്കെ എന്നെ കണ്ടിട്ട് എഴുന്നേറ്റ് വന്ദിച്ചു. അത് ഞാനെന്ന വ്യക്തിയല്ല, എന്റെ സ്ഥാനത്തിനെയാണ് നിങ്ങൾ എഴുന്നേറ്റ് വന്ദിച്ചത് അല്ലേ. എന്റെ ഈ ഞാനാണ് ഇപ്പോ ഈ അധ്യക്ഷനായിട്ടിരിക്കുന്നത്, അതുകൊണ്ട് എന്നെ കണ്ടപ്പോൾ വന്ദിച്ചു. ചിലർക്ക് ഇതൊന്നും ബാധകല്ല, ആളെ പറയണമെന്നില്ല. ആദ്യമൊന്നും ആളെ പറഞ്ഞില്ല. അച്ഛനാണ് ബ്രഹ്മാവ്, ബ്രഹ്മാവിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ വിഷ്ണു സൂത്രക്കാരനാ, കൃഷ്ണന്റെ ഇതാണല്ലോ, വിഷ്ണു സൂത്രക്കാരനാ. എണീറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷനെ കണ്ടിട്ട് എഴുന്നേറ്റു എന്ന് പറയാൻ വയ്യ. വേറെന്തോ അപ്പോ എന്തോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എണീറ്റ പോലെയൊക്കെ അഭിനയിച്ചു. ഇയാളെ കണ്ടിട്ട് എണീറ്റു, എന്നാ എണീറ്റില്ല എന്ന് പറയാനും പറ്റില്ല. ഇങ്ങനെയൊക്കെ ഒരു സൂത്രം.
ബ്രഹ്മാവിനെ കുറ്റം പറയാൻ പറ്റില്ല, അച്ഛനാണ്. ആദ്യമൊന്നും പേര് പറഞ്ഞില്ലെങ്കിലും ലക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കുറെ പറഞ്ഞു. നമ്മുടെ ഇടയിൽ നമ്മളെ പോലെ ഒന്നും അല്ലാത്ത, സാമാന്യം പോലെ അല്ലാത്ത വേഷം കിട്ടിയിട്ടുള്ള ആള്, സാമാന്യം പോലെ അല്ലാത്ത സ്ഥലത്ത് ജീവിക്കുന്ന ഒരാള്. നമ്മളൊക്കെ സാമാന്യ ഒരു വീട് അല്ലെങ്കിൽ ഒരു കൊട്ടാരോ ഒക്കെ ഉണ്ടാവും. ഇത് ശ്മശാനത്തിലൊക്കെയാണ് പല സമയത്ത്. പിന്നെ എന്തൊക്കെയോ ഈ പുലിത്തോല എന്തൊക്കെയോ കൊടുക്കാറ്, യാനത്തോല അല്ലെങ്കിൽ മരത്തിന്റെ തൊലിയോ എന്തൊക്കെയാണെന്ന് അറിയില്ല. വസ്ത്രം, ആഭരണം, നമ്മളൊക്കെ ഇങ്ങനെ നല്ല നല്ല സ്വർണ്ണാഭരണങ്ങള് രത്നങ്ങളൊക്കെ അണിയുമ്പോ എന്താ പാമ്പോ ഇതൊക്കെയാണോ, പുളി ഇതൊന്നുമില്ല. നമ്മളൊക്കെ നല്ല സുഗന്ധമുള്ള ചന്ദനം അതൊക്കെ അണിഞ്ഞപ്പോ ഇയാൾ ആ ശ്മശാനത്തിലെ ഭസ്മൊക്കെയാണ്. ഇങ്ങനെ വിഘടനായിട്ടുള്ളതാണ്. എന്നാ അയാളുടെ ഭാവം എന്താ? എന്നെ പോലെ ആരുമില്ല, ഇരുന്നേർത്തുനിന്ന് എണീക്കില്ല ആരും വന്നാലും. സത്യത്തിൽ എവിടെ വെച്ച് കണ്ടാലും എന്നെ വന്ദിക്കേണ്ടതാണ്. കാരണം എന്താ? എന്റെ മകളെ വെളിയിച്ച ആളാണ്. ഇത്രയൊക്കെ പറഞ്ഞപ്പോ ആൾക്കാർക്ക് മനസ്സിലായി ഇതിപ്പോ ആരെയാന്ന്. എന്റെ മകളെ വെളിയിച്ച ആളാണ്. സാധാരണ ആൾക്കാർക്ക് 2 കണ്ണ്, ഇയാൾക്ക് 3 കണ്ണ്. ദക്ഷൻ അങ്ങനെ കത്തിക്കേറുകയാണ്. ആ കുറച്ച് കഴിഞ്ഞപ്പോ സജ്ജനങ്ങളൊക്കെ കാതുപൊത്തി. ഈ ഇദ്ദേഹത്തിന്റെ ഭൂതഗണങ്ങളുണ്ട്, അവരൊക്കെ ലഹള കൂട്ടാൻ തുടങ്ങി. അങ്ങനെ അതാകെ അലങ്കോലപ്പെട്ടു. ദക്ഷൻ ശപിച്ചു ശിവനെ. ഇദ്ദേഹത്തിന് യാഗത്തിൽ ഹവിർഭാഗം കൊടുക്കാൻ പാടില്ല, ഇദ്ദേഹം അതിന് യോഗ്യനല്ല എന്നൊക്കെ ശപിച്ചു. അപ്പൊ നന്ദിയുണ്ട്, നന്ദികേശ്വരൻ തിരിച്ചും ശപിച്ചു. ദക്ഷൻ ആടിന്റെ തല വെച്ച് നടക്കാൻ ഇടവരട്ടെ, ജീവിക്കാൻ ഇടവരട്ടെ എന്നൊക്കെ പറഞ്ഞ് ശപിച്ചു. അപ്പൊ ഈ ദക്ഷൻ ഇതൊക്കെ പറയണത് കേട്ട് ഇങ്ങനെ താടിയെ കുഴിഞ്ഞ് ഒരു മഹർഷി ഉണ്ടായിരുന്നു, ചിരിച്ച ഒരാൾ. അയാളിങ്ങനെ ആസ്വദിച്ചു നല്ലോണം. അയാൾ ഭൃഗു മഹർഷി. അങ്ങനെ താടി പോട്ടേന്ന ശാപം. ഒരാള് നല്ല പല്ലൊക്കെ കാട്ടി ചിരിച്ചു, പൂഷാവും, അയാളുടെ പല്ല് പോട്ടേന്ന് ശപിച്ചു. ഇങ്ങനെ കുറെ അങ്ങോട്ടും ഇവിടെയൊക്കെ കുറെ ശാപവും പ്രതിശാപവും ഒക്കെ ഉണ്ടായി. ശിവൻ അതിന്റെ ഇടയ്ക്ക് ആരോടും പറയാതെ അവിടെ നിന്ന് പോയി. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, പോയി. അങ്ങനെ ആ മീറ്റിംഗൊക്കെ കഴിഞ്ഞു. ആരും പക്ഷെ യാഗം ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല. ശിവന് ഹവിർഭാഗം കൊടുക്കാതെ എങ്ങനെയാണ് യാഗം ചെയ്യുക? ദക്ഷൻ തന്നെ ഒരു യാഗം ചെയ്തു, വാജപേയം എന്ന പേരായിട്ട് ഒരു യാഗം ചെയ്തു. ഇതാ ഇങ്ങനെ ശിവന് ഹവിർഭാഗം കൊടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് അദ്ദേഹം ബൃഹസ്പതി സവം എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ട് വേറൊരു യാഗം ചെയ്തു. അതില് അദ്ദേഹം ലോകത്തുള്ള സകല ആൾക്കാരെയും ക്ഷണിച്ചു, ശിവനെ മാത്രം ക്ഷണിച്ചില്ല. സതീദേവി ഈ അച്ഛൻ യാഗം ചെയ്യുന്ന വിവരം അറിഞ്ഞത് ദേവസ്ത്രീകൾ ഇങ്ങനെ വിമാനത്തിൽ പോകുമ്പോൾ സംസാരിച്ച് പോവാത്ര. അവരുടെ സംസാരത്തിൽ നിന്നാണ് സതീദേവിക്ക് വിവരം വന്നത്. സതീദേവിക്ക് വലിയ ആഗ്രഹമായി യാഗത്തിന് പോകണമെന്ന്. ഈ കൈലാസത്തിന്റെ പോകണമെന്ന് പിന്നെ എത്രയാ വിമാനം പോകണമെന്ന് അറിയില്ല. ആ വിമാനത്തിന്റെ ഉള്ളിൽ ആൾക്കാർ സംസാരിക്കുന്നതൊക്കെ സതീദേവിക്ക് കേൾക്കാത്ര. അങ്ങനെ ശിവനോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ കേമായിട്ട് യാഗം നടത്തേണ്ട, എല്ലാവരും പോണ്ട്. ഇവിടെ എഴുത്ത് വന്നിട്ട് എന്നോട് പറയാത്തതാണോ ക്ഷണക്കത്ത് വന്നിട്ട്? ശിവൻ പറഞ്ഞു, ഇവിടെ ക്ഷണക്കത്തൊന്നും വന്നില്ല. അല്ല, ക്ഷണിച്ചില്ലെങ്കിലും നമുക്ക് പോവാം. മകൾക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ ക്ഷണിക്കണമെന്നുണ്ടോ? അതുപോലെ അങ്ങേക്കും നമുക്ക് പോവാം. നമ്മളല്ലേ അവിടെ പോയിട്ട് യാഗമൊക്കെ ഉത്സാഹിച്ച് ഭംഗിയാക്കി കൊടുക്കേണ്ടത്. സതി വേണമെങ്കിൽ പൊക്കോളൂ, ഞാൻ വരുന്നില്ല. അപ്പോഴാണ് ശിവൻ പണ്ട് നടന്ന സംഭവമൊക്കെ പറഞ്ഞത്. നിന്റെ അച്ഛൻ എന്നെ കണക്കാക്കുന്നത് ശത്രുവായിട്ടാണ്. എനിക്കങ്ങനെ ശത്രുതയൊന്നുമില്ല. അദ്ദേഹം കണക്കാക്കുന്നത് അങ്ങനെയാണ്. ഞാൻ എന്തോ ഒരു മോശപ്പെട്ട ഒരാളായിട്ടൊക്കെയാണ് അദ്ദേഹം കണക്കാക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനി വീണ്ടും ഒരു അവഹേളനം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറി ചെല്ലേണ്ട കാര്യമില്ല.
അതുകൊണ്ട് ഞാൻ ഉണ്ടാവില്ല. സതിക്ക് വേണമെങ്കിൽ പോവാം, പോണ്ടാന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ പോണ്ടാന്നൊന്നും ഞാൻ പറയില്ല. വേണമെങ്കിൽ പോവാം. പോയാൽ ഇങ്ങനെ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് നിനക്കും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിനക്ക് തോന്നും എന്താ പറയുക, മതി ജീവിച്ചത് എന്നൊക്കെ തോന്നും. ചിലപ്പോൾ മരണം വരെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു. സതീദേവിക്ക് വലിയ സംശയമായി, പോണോ വേണ്ടയോ. പോണെന്നുള്ള ആഗ്രഹം ബന്ധുക്കളെ കാണാനുള്ള അവസരമാണല്ലോ. ഇത് ഈ മലയിൽ വന്നിട്ട് പിന്നെ എങ്ങോട്ട് പോയിട്ടുണ്ടായിട്ടില്ല, 4 ആളെ കാണാനുണ്ടായിട്ടില്ല. വരണവരൊക്കെ കുറെ താടിക്കാര്, സാമാന്യമുള്ളവരൊന്നും കണ്ടിട്ടില്ല, ബന്ധുക്കളെ ഒട്ടും കണ്ടിട്ടില്ല. ദക്ഷന്റെ ആൾക്കാരാണല്ലോ ബന്ധുക്കള്, അവരുണ്ടോ ശിവനെ കാണാൻ വരുന്നു. അപ്പൊ ബന്ധുക്കളെ കാണാനുള്ള ആഗ്രഹം, അച്ഛനെയും അമ്മയെയും സഹോദരിമാരെയൊക്കെ കാണാനുള്ള ആഗ്രഹം ഒരു വശത്ത് ശിവനോടുള്ള താല്പര്യം. തൻ്റെ ശരീരത്തിന്റെ അർദ്ധഭാഗം പകുത്തു തന്ന ആളാണ്, അത്ര സ്നേഹനിധിയാണ്. അയാൾ പറഞ്ഞത് കേൾക്കാണ്ട് അയാളെ കൂട്ടാണ്ട് അങ്ങനെ പോവുക. ഇതുവരെ ഒരു ദിവസം പിരിഞ്ഞിരുന്നിട്ടില്ല ശിവനെ. എങ്ങനെ പിരിഞ്ഞിരിക്കുക? അവസാനം ബന്ധുസ്നേഹം തന്നെ ജയിച്ചു. സതി പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പോയപ്പോ പിന്നാലെ ഈ നന്ദികേശ്വരനും ഭൂതഗണങ്ങളും ഒക്കെ പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ ഈ ശിവൻ പറഞ്ഞതൊക്കെ ശരിയാ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി, ഇത് ശിവനെ നിന്ദിക്കാൻ വേണ്ടി മാത്രം ചെയ്യണ ഒരു യാഗമാണ്. അവിടെ വെച്ച് സതീദേവി ദക്ഷനെ കുറെ ഗുണദോഷിച്ചു. അങ്ങക്ക് എന്താണ് അറിയാം ഈ മഹാദേവനെ കുറിച്ച് എന്നൊക്കെ ചോദിച്ച് ആ ശിവതത്വങ്ങളെ കുറിച്ചൊക്കെ അവിടെ പ്രസംഗമുണ്ട്. സതീദേവി പറഞ്ഞു, അങ്ങയിൽ നിന്നുണ്ടായ ഈ ശരീരം ഇനി വേണ്ട, ഇത് ഏറ്റവും നിന്ദ്യമാണ്. ഈ ശരീരം കൊണ്ട് ഇനി ശിവനെ സേവിക്കാൻ കൊള്ളില്ല, അതുകൊണ്ട് ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് യോഗാഗ്നി ജ്വലിപ്പിച്ച് അതിൽ തന്റെ ശരീരം ഉപേക്ഷിക്കുകയാണ്. ഭൂതഗണങ്ങള് ഇത് കണ്ട് ആ യാഗശാലയിലേക്ക് ഇരച്ചു കയറി. അതൊക്കെ അലങ്കോലമാക്കാൻ ദക്ഷനെ പിടിക്കാനും ശ്രമിച്ചു. അപ്പോൾ ഭൃഗു തുടങ്ങിയിട്ടുള്ള മഹർഷിമാര് അതില് ചില മന്ത്രങ്ങളൊക്കെ ഹോമിച്ച് പ്രത്യേക തരത്തിലുള്ള ദേവന്മാരെയൊക്കെ സൃഷ്ടിച്ചു. ആ ദേവന്മാരെ ഈ ഭൂതഗണങ്ങളെ തോൽപ്പിച്ച് ഓടിച്ചു. അതിനിടയിൽ വിവരമൊക്കെ നാരദ മഹർഷി പറഞ്ഞറിഞ്ഞു. ശിവൻ കോപം അഭിനയിച്ചു, കോപത്തെ സ്വീകരിച്ചു എന്നാ പറയാ. ഈ മഹാത്മാക്കളൊക്കെ കോപത്തെ സ്വീകരിച്ചു. നമ്മളങ്ങനെയല്ല, കോപം നമ്മളെ പിടിക്കണം. സാധാരണക്കാർ തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇവര് കോപത്തെ ചിലപ്പോൾ സ്വീകരിക്കും. അങ്ങനെ ശിവന് കോപം ഉണ്ടായി, ജടാമുടി എടുത്ത് അടിച്ചു. അപ്പോഴാണ് വീരഭദ്രൻ ഉണ്ടായത്. ഭദ്രകാളി തുടങ്ങിയിട്ടുള്ള മറ്റ് ഭൂതഗണങ്ങളോടുകൂടി വീരഭദ്രൻ ശിവന്റെ നിർദ്ദേശപ്രകാരം ദക്ഷയാഗശാലയിൽ ചെന്ന് അതൊക്കെ അലങ്കോലമാക്കി ദക്ഷനെ വധിച്ചു, തല ഹോമിച്ചു, ഭൃഗുവിന്റെ താടി പറിച്ചെടുത്തു, പൂഷാവിന്റെ പല്ല് അടിച്ചു പൊഴിച്ചു. പിന്നെയുണ്ട് ചിലര് അയാളുടെ കണ്ണുകൊണ്ട് ഇങ്ങനെ ഒന്നുകൂടി പറഞ്ഞോളാ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് ആ സദസ്സിൽ വെച്ചിട്ട്. അതിനെ കണ്ണ് കുത്തി പൊട്ടിച്ചു എന്നൊക്കെ പറയും. ഇങ്ങനെ ആ ദക്ഷയാഗം മുടങ്ങി. ബ്രഹ്മാദി ദേവന്മാർക്ക് വലിയ സങ്കടമായി. അവര് ശിവനെ ഒന്ന് തണുപ്പിക്കാൻ, ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി മറ്റു ദേവന്മാരോട് കൂടി ബ്രഹ്മാവ് കൈലാസത്തിൽ വന്നു. ശിവനെ സ്തുതിച്ചു. ശിവൻ പറഞ്ഞു, എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല, ഞാൻ തൽക്കാലം ആ ദക്ഷനെ ഒന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അഭിനയിച്ചു, അത്രയേ ഉള്ളൂ. യാഗം നടത്തണം തുടർന്ന് എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഞാൻ തന്നെ വരാം. അങ്ങനെ ശിവൻ വന്ന് ആ നന്ദികേശ്വരൻ ആടിന്റെ തല കൊണ്ടുവന്നപ്പോൾ അത് യോജിപ്പിച്ച് ദക്ഷനെ ജീവിപ്പിച്ചു. പൂഷാവിന് കുറ്റിത്താടി കൊടുത്തു. പൂഷാവിനല്ല ഭൃഗുവിനാണ് താടി, കുറ്റിത്താടി, അത് മതി എന്ന് പറഞ്ഞു. പൂഷാവിനോട് പറഞ്ഞു, ആ കണ്ണ് കാണാത്ത ആളുണ്ടല്ലോ, അയാൾക്ക് പല്ലിന് കുഴപ്പമൊന്നുമില്ലോ, അയാൾ ചവച്ചു തരും, അത് താനിങ്ങനെ സ്വീകരിക്കുക, എന്നിട്ട് കഴിക്കുക. കണ്ണ് കാണാത്ത ആളോട് പറഞ്ഞു, പൂഷാവിന്റെ കൈ പിടിച്ച് നടന്നോളുക, ഇയാളുടെ കണ്ണിന് കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെയാണ് അനുഗ്രഹത്ര. ദക്ഷയാഗം ആ ദക്ഷനൊക്കെ ഗംഭീരമായിട്ട് സ്തുതിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന് ബോധം വന്നു എന്നാണ്. നല്ല തലയുള്ളപ്പോ അദ്ദേഹത്തിന് ബോധമില്ല, അല്ലാത്തപ്പോ ആൾക്ക് ഈ ആടിന്റെ തല വന്നപ്പോൾ ആൾക്ക് ബോധം വന്നു. അങ്ങനെ സ്തുതിച്ചു എന്നൊക്കെയാണ് ശിവനെ. ദക്ഷയാഗം അങ്ങനെ ഗംഭീരമായിട്ട് പര്യവസാനിക്കുക. അതിന്റെ അവസാനത്തിൽ ഭഗവാൻ തന്നെ അവിടെ ആവിർഭവിച്ചു.
മഹാവിഷ്ണു. എല്ലാവരും മാറി മാറി സ്തുതിച്ചു. മഹാവിഷ്ണു അവരോട് പറഞ്ഞു, കണ്ടില്ലേ ദക്ഷൻ എന്നുള്ള പേരിന് തന്നെ അർത്ഥം അതിസമർത്ഥൻ എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അനുഭവം എന്താ? അദ്ദേഹത്തിന്റെ സാമർഥ്യം മൂത്ത് തന്നേക്കാൾ മേലെ ആരുമില്ല എന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് എന്തുണ്ടായി? ഇതാ ആടിന്റെ തല വെച്ച് ജീവിക്കേണ്ടി വന്നു. ഇത്രയൊക്കെ അനർത്ഥം ഉണ്ടായി. അതുകൊണ്ട് ഭേദബുദ്ധി ഇല്ലാതെയാവണം. ഞാൻ വേറെ, ശിവൻ വേറെ, ബ്രഹ്മാവ് വേറെ എന്ന് ആര് ധരിക്കുന്നുവോ അവർക്ക് അറിവില്ല എന്നാണ് അർത്ഥം. അവരെത്ര സമർത്ഥന്മാരായാലും അവർക്ക് അറിവില്ല. ഭേദബുദ്ധിരവിദ്യ എന്നാണ്. ഭേദബുദ്ധി ആർക്കുണ്ടോ അവര് അവിദ്യയുടെ കയ്യിൽപ്പെട്ടവരാണ്. അവർക്ക് അറിവില്ല എന്നാണ് നിശ്ചയം. ഞാനും ബ്രഹ്മാവും ശിവനും ഒന്നാണ് സത്യത്തിൽ. 3 കർമ്മങ്ങളെ ചെയ്യാൻ 3 രൂപം എടുത്തു. ഈ രൂപങ്ങൾ പുതിയ വസ്തുക്കളെ ഉണ്ടാക്കണില്ല. രൂപം പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. സ്വർണം മാലയാവാം, കമ്മലാവാം, വളയാവാം. വള ഉരുക്കി വീണ്ടും മാലയാക്കാം, വേറെ എന്തെങ്കിലും ആക്കാം, അങ്ങനെ ഇവിടെ ഒക്കെ ആക്കാം. ഈ രൂപം മാറുന്നതുകൊണ്ട് വസ്തു മാറുന്നുണ്ടോ? ഇല്ല, വസ്തു ഒന്നേ ഉള്ളൂ. ഇതുപോലെ ഞാനും ബ്രഹ്മാവും ശിവനും ഒന്നാണ്, ഒരേ തത്വം. 3 ഉപയോഗത്തിന് വേണ്ടി, 3 കാര്യത്തിന് വേണ്ടി 3 രൂപം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് ഈ വിശ്വം മുഴുവൻ. വിശ്വം എന്ന് പറയുന്ന കുറെ രൂപങ്ങളും കുറെ നാമങ്ങളും. നാമരൂപങ്ങൾ പുതിയ വസ്തുക്കളെ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് എന്താ തത്വം? വസ്തു ഒന്ന്, നാമരൂപങ്ങൾ പലത്. വസ്തു ഒന്ന് എന്നറിഞ്ഞ് എല്ലാത്തിലും ഒരേ വസ്തുവാണ് എന്നറിഞ്ഞ് എല്ലാത്തിനെയും ഒരുപോലെ കാണണം. അതാണ് അറിവുള്ളവന്റെ ലക്ഷണം. ദക്ഷന് അതുണ്ടായില്ല. ആർക്ക് ഈ ഭേദബുദ്ധിയുണ്ടോ അവർക്ക് ദക്ഷനെ പോലുള്ള അനുഭവം ഉണ്ടാവും. ഇതാണ് ദക്ഷയാഗത്തിന്റെ അവസാനത്തിൽ ഭഗവാന്റെ ഉപദേശം. അപ്പൊ ദക്ഷയാഗം എന്ന കഥ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഭേദബുദ്ധി പാടില്ല. എല്ലാവരെയും എല്ലാത്തിനെയും ഒന്നായിട്ട് ഒരേ ഈശ്വരൻ തന്നെയാണ് പല പല രൂപങ്ങളിൽ പല പല നാമങ്ങളിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കണം എന്നർത്ഥം. പല തരത്തിൽ പല കഥകളിലൂടെ നമുക്ക് കാര്യം പറഞ്ഞു തരികയാണ്. പിന്നീട് 3 പുത്രിമാരുടെ കഥകൾ നമ്മൾ ചുരുക്കിയൊന്ന് പറഞ്ഞു. ഇനി ഉത്താനപാദൻ എന്ന മനുവിന്റെ പുത്രനെ കുറിച്ചാണ് പറയുന്നത്. ഉത്താനപാദന് 2 ഭാര്യമാര്, സുരുചി, സുനീതി. സുരുചി പുത്രൻ ഉത്തമൻ, സുനീതി പുത്രൻ ധ്രുവൻ. ഉത്താനപാദന് സുരുചിയോടായിരുന്നു കൂടുതലൊരു മമത, ഇഷ്ടം. അതുകൊണ്ട് സുനീതി അല്പം ഒരു അവഗണന നേരിട്ടു. സുരുചി കുറച്ച് സാമർഥ്യക്കാരിയുമായിരുന്നു. ഒരിക്കൽ സുരുചിപുത്രനായിട്ടുള്ള ഉത്തമൻ അച്ഛന്റെ മടിയിൽ ഇരിക്കുന്നത് കണ്ട് സുനീതിപുത്രനായിട്ടുള്ള ധ്രുവനും മോഹം. അങ്ങനെ ഓടിച്ചെന്നു. അച്ഛൻ രാജാവാണ്, അദ്ദേഹം സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ധ്രുവൻ അച്ഛന്റെ മടിയിൽ ഇരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അങ്ങനെ ഓടിച്ചെല്ലുമ്പോൾ സുരുചി തടഞ്ഞു. നിനക്ക് അച്ഛന്റെ മടിയിൽ ഇരിക്കണോ? അച്ഛന്റെ മടിയിൽ ഇരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഇപ്പൊ പറ്റില്ല. കാരണം എന്താ? അങ്ങനെ കണ്ടവർക്കൊന്നും കയറിയിരിക്കാൻ പറ്റില്ല. നീ എന്റെ പുത്രനല്ല, എന്റെ മകനായാലേ നിനക്ക് അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ പറ്റും. എന്റെ മകനായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. എന്താ വേണ്ടത്? കാട്ടിപ്പോയിട്ട് തപസ് ചെയ്യണം, ഭഗവാനെ പ്രസാദിപ്പിക്കണം. ഭഗവാൻ പ്രസാദിച്ചാൽ എന്ത് വരം ചോദിക്കണം? എനിക്ക് സുരുചി ചെറിയമ്മയുടെ പുത്രനായിട്ട് ജനിക്കണം. അങ്ങനെ എന്റെ പുത്രനായിട്ട് ജനിച്ചാൽ നിനക്ക് ഉത്തമൻ ഇരിക്കണ പോലെ അച്ഛന്റെ മടിയിലൊക്കെ കയറിക്കാൻ, സിംഹാസനത്തിൽ ഇരിക്കാം. അല്ലെങ്കിൽ നീ മോഹിക്കേണ്ട, പൊക്കോടുന്നു. കരഞ്ഞ് ആ ഹൃദയം പിളരുന്ന വേദനയോടുകൂടി ആ ധ്രുവൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വരിക, സുനീതിയുടെ അടുത്ത്. ഇതിനകം തോഴിമാര് പറഞ്ഞ് സുനീതി
സന്ദർഭം മനസ്സിലാക്കി, ദുഃഖത്തിന്റെ കാരണം മനസ്സിലാക്കി. ആ സുനീതിയുടെ ഉപദേശം, സുനീതി പറയാണ്, അല്ലയോ കുമാര, ഒരിക്കലും നമ്മുടെ ദുഃഖത്തിന് കാരണം മറ്റൊരാളാണ് എന്ന് ഒരിക്കലും കരുതാൻ പാടില്ല എന്നാണ്. മാമംഗളം താത പരേഷു, മറ്റുള്ളവരിൽ അമംഗളം കാണരുത്. മറ്റുള്ളവർ കാരണമാണ് തനിക്ക് ഇങ്ങനെ ഉണ്ടായത് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അവനവന്റെ കർമ്മം ഇതാണ് അവനവൻ അനുഭവിക്കണത്. നിന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ മകനായിട്ട് പിറന്നു എന്നുള്ളതാണ് നിന്റെ പോരായം. ഞാൻ എന്തൊക്കെയോ ദൗർഭാഗ്യമുള്ളവളാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു അവഗണനയൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ മകനായിട്ട് പിറന്നതാണ് സത്യത്തിൽ നിന്റെ ഈ ദുഃഖത്തിന് കാരണം. മറ്റുള്ളവരെ, നിന്റെ ചെറിയമ്മയാണ് നിന്റെ ദുഃഖത്തിന് കാരണം എന്ന് നീ വിചാരിക്കരുത്. മാത്രവുമല്ല, അവര് പറഞ്ഞതിൽ എന്താണ് ഒരു കുഴപ്പമുള്ളത്? അവര് പറഞ്ഞത് ഭഗവാനെ ആശ്രയിക്കാനല്ലേ, തപസ് ചെയ്യാനല്ലേ, ഭഗവാനെ പ്രാർത്ഥിക്കാനല്ലേ. അത് തന്നെയാണ് വേണ്ടത്. സത്യത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അച്ഛന്റെ മടിയിലിരിക്കാം എന്ന് മാത്രമല്ല, എവിടെ വേണമെങ്കിൽ ഭഗവാൻ കയറ്റി. ഈ ബ്രഹ്മാവ് നമ്മൾ കേട്ടിട്ടില്ലേ കഥയിലൊക്കെ? കുട്ടിയോട് പറയാണ്, ബ്രഹ്മാവ് ബ്രഹ്മാവ് എന്ന് കേട്ടിട്ടില്ലേ? പിതാമഹൻ, സൃഷ്ടികർത്താവ്, എല്ലാവരുടെയും മുകളിൽ ഒന്നാമനായിട്ടുള്ള ആള്. എങ്ങനെയാ അദ്ദേഹം ആ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കണത്? ഭഗവാനെ ഭജിച്ചുകൊണ്ടാണ്. എപ്പോഴും അദ്ദേഹം ഒരു നിമിഷം പോലും മറക്കാതെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹം അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോ ബ്രഹ്മാവിന് പോലും ആശ്രയമായിട്ടുള്ള ആ ഭഗവാനെ ഭജിച്ചാൽ, ആ ഭജിക്കാൻ പറഞ്ഞ സുരുചി ചെറിയമ്മ സത്യത്തിൽ നിന്റെ ഗുരുവാണ്. അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ആ ഭഗവാൻ വിചാരിച്ചാൽ നിന്റെ എല്ലാ ദുഃഖവും തീർത്ത് നിന്നെ ഏറ്റവും ഉയർന്ന ഒരു സിംഹാസനത്തിൽ, ഉയരത്തിൽ എത്തിക്കും. തീർച്ചയാണ് എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ഈ കുട്ടി ഇത് കേട്ട് കാട്ടിൽ പോകുന്നൊന്നും ഒരമ്മയും വിചാരിക്കില്ല. ഒന്ന് സമാധാനിപ്പിക്കാൻ, ആരെയും കുറിച്ച് ചീത്ത വിചാരിക്കാതിരിക്കാൻ പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ധ്രുവൻ പേര് പോലെ ധ്രുവനായിരുന്നു എന്നുള്ളതാണ്. നല്ല ഉറച്ച തീരുമാനമുള്ളയാളാണ് എന്നർത്ഥം. കുട്ടിക്കാലത്തെ അദ്ദേഹം നിശ്ചയിച്ചു. 5 വയസ്സായിട്ടുള്ളൂ, പക്ഷെ അദ്ദേഹം നിശ്ചയിച്ചു, അങ്ങനെയുണ്ടെങ്കിൽ എന്നാൽ ആ ഭഗവാനെ ഒന്ന് കാണണം എന്ന്. അങ്ങോട്ട് ഇറങ്ങി നടന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ തീർച്ചയായിട്ടും വരേണ്ട ആളാണ് നാരദ മഹർഷി. അവിടെയും വന്നു. അദ്ദേഹം ഉള്ളിൽ സന്തോഷിച്ചു, ഇത്രയൊരു ഉറപ്പോ ഒരു കുട്ടിക്ക്. അങ്ങനെ അദ്ദേഹം ധ്രുവന്റെ അടുത്ത് ചെന്നു. എന്താ, എങ്ങടായി പോണത് ചോദിച്ചു. കാട്ടിൽ പോയി തപസ് ചെയ്യാൻ പോവാണ്. തപസ്സോ? അതൊന്നും കുട്ടികൾക്ക് പറ്റിയ പരിപാടിയല്ല, വലിയ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിലും നിനക്കിപ്പോ തപസ് ചെയ്യാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. വളർന്ന് വലുതായി ആ രാജ്യമൊക്കെ ഭരിച്ച് കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളുണ്ടായി, പിന്നെ ആവാം ഇതൊക്കെ. ധ്രുവൻ പറഞ്ഞു, അങ്ങ് നാരദ മഹർഷിയല്ലേ, വേഷം കൊണ്ട് എനിക്ക് മനസ്സിലായി. അങ്ങയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ലോ കഥകളിൽ കേട്ടിരിക്കുന്നത്. ആര് നല്ല മാർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നുവോ അവരെ നയിക്കുന്നയാളാണ് അങ്ങ് എന്നാ കേട്ടിരിക്കുന്നത്. പിന്നെന്താ അങ്ങ് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണത്? ആ ധ്രുവൻ എത്ര പറഞ്ഞിട്ടും പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ നാരദ മഹർഷിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം ധ്രുവന് വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകി. ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുത്തു. ധ്രുവൻ അത് മനസ്സിൽ പതിഞ്ഞു. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും ഉപദേശിച്ചു. ഇത് ചൊല്ലിക്കൊണ്ട് ഭഗവാന്റെ രൂപം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് മധുവനത്തിൽ ചെന്ന് തപസ് ചെയ്യൂ എന്നാണ് നാരദ മഹർഷിയുടെ നിർദ്ദേശം. ധ്രുവൻ അതുപോലെ മധുവനത്തിൽ ചെന്ന് തപസ് ചെയ്തു. നാരദ മഹർഷി കൊട്ടാരത്തിലേക്ക് ചെന്നു. ഉത്താനപാദൻ ദുഃഖിതനായിട്ടിരിക്കുകയായിരുന്നു. തന്റെ പുത്രൻ പോയപ്പോഴാണ് അദ്ദേഹത്തിന് ബുദ്ധി ഒന്ന് തെളിഞ്ഞത്. അതുവരെ അദ്ദേഹം സുരുചിയുടെ പിടിയിലായിരുന്നു.
തന്റെ പുത്രൻ നഷ്ടപ്പെട്ടപ്പോൾ താൻ ഇങ്ങനെ ഒരു സ്ത്രീജിതനായി പോയില്ലോ എന്ന് അദ്ദേഹം സ്വയം പഴിച്ചിരിക്കുക. പുത്രൻ കാട്ടിൽ പോയ ദുഃഖത്തിലിരിക്കുന്ന ആ ഉത്താനപാദനോട് നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് ദുഃഖിക്കണ്ട, ധ്രുവൻ വലിയ വരങ്ങളൊക്കെ നേടി തിരിച്ചു വരും. അദ്ദേഹം ലോകത്തിലെ ഇന്നുവരെ ആർക്കും സാധിക്കാത്ത രീതിയിൽ ഭഗവാനെ വളരെ എളുപ്പത്തിൽ പ്രത്യക്ഷപ്പെടുത്തി തിരിച്ചു വരും. അങ്ങയുടെ കുലത്തിന്റെ പേര് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ധ്രുവനെ ഓർത്ത് അങ്ങ് ദുഃഖിക്കേണ്ടതില്ല എന്ന് പറയാം. ധ്രുവന്റെ തപസ് അതികഠിനമായിട്ട് ഓരോ മാസം കഴിയുന്തോറും ആദ്യത്തെ മാസം 3 ദിവസം കൂടുമ്പോഴാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. രണ്ടാമത്തെ മാസമാകുമ്പോൾ 6 ദിവസം കൂടുമ്പോൾ അദ്ദേഹം വെള്ളം കുടിക്കും. 3-ാമത്തെ മാസമാകുമ്പോൾ 9 ദിവസം കൂടുമ്പോൾ അദ്ദേഹം വെള്ളവും ഉപേക്ഷിച്ചു. ഇങ്ങനെ ഓരോ മാസം കഴിയുന്തോറും അവസാനം അദ്ദേഹം ശ്വാസം പോലും ഉപേക്ഷിച്ചു. 5 മാസം ആയപ്പോൾ അദ്ദേഹം ഇനി ശ്വാസം വലിക്കേണ്ടെന്ന് നിശ്ചയിച്ചു. അങ്ങനെയൊക്കെ നിശ്ചയിക്കാൻ പറ്റുമോ? ശ്വാസം വലിച്ചില്ലെങ്കിൽ ജീവിക്കുമോ? കഠോപനിഷത്തിൽ പറയും, ന പ്രാണേന ന അപാനേന, പ്രാണൻ കൊണ്ടല്ല ജീവിക്കുന്നത്, അപാനൻ കൊണ്ടല്ല ജീവിക്കുന്നത്, അപാനവായു കൊണ്ടോ പ്രാണവായു കൊണ്ടോ അല്ല ജീവിക്കുന്നത്, പിന്നെ എന്താ മറ്റൊന്നുകൊണ്ട്. ഇതിനൊക്കെ ആശ്രയമായി, അതാണ് ബോധം എന്ന് പറയുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് ഈ കഥയിൽ ഒരു കാര്യമുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അത് പറയണമെങ്കിൽ കുറെ സമയം വേണം. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പൊ കഥയിൽ ഒരു കാര്യമുണ്ട്. ബോധം മറ്റൊന്നിനെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നത് ജഡമാണ്. അതെന്തായാലും ചൈതന്യം മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കണതല്ല. ശരീരത്തിന് പ്രാണൻ അത്യാവശ്യമായിരിക്കും, പക്ഷെ ചൈതന്യത്തിന് പ്രാണൻ അത്യാവശ്യമല്ല. അപ്പോ ധ്രുവൻ പ്രാണനെ അടക്കിക്കൊണ്ട് തപസ് ചെയ്തു. അത്രയായപ്പോൾ ലോകം മുഴുവൻ കിടുകിടാ പറിച്ചു. അവർക്കൊക്കെ ഭയമായി, ദേവന്മാർക്കൊക്കെ. അവരൊക്കെ ബ്രഹ്മാവിനോട് ചെന്ന് പറഞ്ഞു, ധ്രുവൻ ഇങ്ങനെ ശ്വാസത്തെ അടക്കിക്കൊണ്ട് തപസ് ചെയ്താൽ ആളുകൾക്ക് മുഴുവൻ ശ്വാസം മുട്ടും. അങ്ങനെ ബ്രഹ്മാദി ദേവന്മാര് ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ പറഞ്ഞു, ഇതാ ഞാൻ പുറപ്പെടുകയും. അങ്ങനെ ധ്രുവന്റെ മുമ്പിൽ ഭഗവാൻ എത്തി. ധ്രുവൻ അറിഞ്ഞില്ല എന്നാണ്, അത്രയും ഒരു കോൺസെൻട്രേഷൻ. ധ്രുവന്റെ ഉള്ളിൽ ഭഗവാൻ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക. അതിലിങ്ങനെ അത്രയും ലഭിച്ചിരിക്കുന്നത് കാരണം പുറത്തേക്ക് നോക്കാൻ ധ്രുവന് പറ്റിയില്ല. അപ്പോൾ ഭഗവാൻ ഉള്ളിലത്തെ സ്വരൂപം മറച്ചു. അപ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോഴാണ് അതേ സ്വരൂപം മുമ്പില്. ധ്രുവൻ എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും വാക്കുകൾ വരുന്നില്ല. അപ്പോൾ ഭഗവാൻ ആ ശംഖ് കൊണ്ട് ഒന്നിങ്ങനെ കവിളത്തൊന്ന് തലോടി എന്നാണ്. അപ്പോഴേക്കും ധ്രുവൻ സ്തുതിക്കാൻ ആരംഭിച്ചു. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാം നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണനെ പോലും ചലിപ്പിക്കുന്ന, എന്റെ മറ്റ് ഇന്ദ്രിയങ്ങളെയും വാക്കിനെയും ഒക്കെ പ്രവർത്തിപ്പിക്കുന്ന ആ പുരുഷനായിക്കൊണ്ട്, അന്തര്യാമിയായിട്ടുള്ള പുരുഷനായിക്കൊണ്ട് എന്റെ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ധ്രുവസ്തുതി. ഭക്തി ഉണ്ടാവാൻ, അമലമായിട്ടുള്ള ഭക്തി ഉണ്ടാവാൻ, മനസ്സ് ശുദ്ധമാവാൻ അങ്ങ് അനുഗ്രഹിക്കണം എന്നാണ് ധ്രുവൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ധ്രുവന്റെ ഉള്ളിൽ ഏറ്റവും മുകളിലെത്തണം, എല്ലാവരെക്കാളിലും മുകളിലെത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ട് എന്നറിഞ്ഞ് ഭഗവാൻ ധ്രുവന് അനുഗ്രഹങ്ങൾ വാരിക്കോരിക്കൊടുക്കുകയാണ്. അനേക വർഷം രാജ്യം ഭരിക്കാനും അവസാനത്തിൽ ധ്രുവ പദവി, ഏറ്റവും ഉയരത്തിൽ നക്ഷത്രങ്ങളുടെ മുഴുവൻ അധിപതിയായിട്ട് ഉള്ള ധ്രുവ പദവിയും അനുഗ്രഹമായിട്ട് നൽകുകയാണ്. ഭഗവാൻ മറഞ്ഞപ്പോൾ ധ്രുവന് സത്യത്തിൽ സന്തോഷമല്ല, ദുഃഖമാണ് ഉണ്ടായത്. കാരണം എനിക്ക് മോക്ഷത്തെ വരിക്കാൻ സാധിച്ചില്ലല്ലോ,
കാരണം എന്താ? എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ആഗ്രഹം ദേവന്മാരാണ് എൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയത്. കാരണം ദേവന്മാർക്ക് സഹിക്കില്ല അവരെക്കാൾ മുകളിലേക്ക് ഒരാൾ ഉയരണത്. പക്ഷേ ഇനി നിവൃത്തിയില്ല. ധ്രുവൻ അത്ര സന്തോഷം ഉണ്ടായില്ല എന്നർത്ഥം, ഭഗവാൻ അനുഗ്രഹിച്ചിട്ടും. പക്ഷെ ഭഗവാന്റെ വാക്കിന് മാറ്റാൻ പറ്റില്ലല്ലോ. ഇത്രയും വർഷം രാജ്യം ഭരിക്കണം എന്ന് പറഞ്ഞാൽ ഭരിക്കണം, ഭഗവാന്റെ നിശ്ചയമാണ്. ധ്രുവൻ തിരിച്ചു പോന്നു. രാജ്യത്ത് വന്നപ്പോൾ ഗംഭീരമായിട്ടുള്ള സ്വീകരണം. സുരുചിയോട് യാതൊരു വിധത്തിലുള്ള വൈരാഗ്യവും ഇല്ല. സുരുചിക്ക് അഗുണവുമില്ല. അമ്മയെ നമസ്കരിക്കുന്ന പോലെ സുരുചിയെ നമസ്കരിച്ചു. അമ്മ വാത്സലിക്കുന്നത് പോലെ സുരുചിയും വാത്സലിച്ചു. അങ്ങനെ ധ്രുവൻ ആ രാജ്യത്ത് ചെന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ടായി. കുറെ കഴിഞ്ഞ് ഇവരൊക്കെ വളർന്നപ്പോൾ ധ്രുവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് ഉത്താനപാദൻ വിടവാങ്ങി. ധ്രുവൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉത്തമൻ ഒരിക്കൽ നായാട്ടിന് പോയിട്ട് യക്ഷന്മാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ് കാട്ടിൽ വെച്ച്. യക്ഷന്മാരോട് ശത്രുത ധ്രുവന്. അങ്ങനെ യക്ഷന്മാരോട് യുദ്ധം. യക്ഷന്മാരെന്ന് പറഞ്ഞാൽ കുബേരന്റെ ആളുകൾ. അവരുമായിട്ട് ഗംഭീര യുദ്ധം. ആരും ജയിക്കണില്ല. അവസാനം മുത്തച്ഛനായിട്ടുള്ള മനു തന്നെ വന്നു ധ്രുവനെ ഉപദേശിച്ചു. ഭക്തന്മാര് ഇങ്ങനെയൊന്നും പ്രവർത്തിക്കില്ല. അവനവനെ ദ്രോഹിക്കുന്നവരെ പോലും തിരിച്ച് ദ്രോഹിക്കില്ല. അവർക്കും നല്ലത് വരട്ടെ എന്നേ ഭക്തന്മാർ വിചാരിക്കുള്ളൂ. ആരെന്ത് ദ്രോഹിച്ചാലും തിരിച്ച് ഒരു ദ്രോഹം ചെയ്യുക ഭക്തന്മാരുടെ രീതിയല്ല. നീ ഭഗവാനെ കുട്ടിക്കാലത്തെ പ്രസാദിപ്പിച്ച ആളാണ്, നിനക്കിത് ഒരിക്കലും യോജിക്കില്ല, അതുകൊണ്ട് യുദ്ധമൊക്കെ നിർത്തൂ എന്ന് പറഞ്ഞു. മുത്തച്ഛന്റെ വാക്ക് കേട്ടു, യുദ്ധം നിർത്തി. കുബേരന് വലിയ സന്തോഷമായി. എന്താ അനുഗ്രഹം വേണ്ടത് എന്ന് ചോദിച്ചു. ആ ഭഗവാനോട് പറഞ്ഞ അതേ കാര്യം കുബേരനോട് പറഞ്ഞു. എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല, അങ്ങയുടെ ധനമൊക്കെ അങ്ങയുടെ കയ്യിലിരിക്കട്ടെ, എനിക്ക് ഭക്തി ഉണ്ടാവാൻ അങ്ങൊന്ന് അനുഗ്രഹിച്ചാൽ കൊള്ളാം. ഇനിയും ഭക്തി, ഭഗവാനെ മറക്കാതിരിക്കാൻ അങ്ങൊന്ന് അനുഗ്രഹിക്കണം. ഇതാണ് ധ്രുവന്റെ പ്രാർത്ഥന. അങ്ങനെ അവസാനം ധ്രുവന്റെ യാത്രയ്ക്കുള്ള സമയമായി. വിമാനം വന്നു വൈകുണ്ഠലോകത്ത് നിന്ന്. ആദ്യം അമ്മയെ കൊണ്ടുപോയി എന്നാണ് ഒരു വിമാനത്തിൽ. കാരണം ധ്രുവനെ പോലെയുള്ള പുത്രൻ ജനിച്ചത് കൊണ്ട് തന്നെ അമ്മ മുക്തിക്ക് അർഹയായി എന്നാണ്. പിന്നെ ധ്രുവനെയും പാരിഷദന്മാർ വന്ന് വിമാനത്തിൽ കൊണ്ടുപോയി എന്നൊക്കെയാണ്. ധ്രുവ നക്ഷത്രമായിട്ട് ആ ധ്രുവൻ നക്ഷത്രങ്ങളുടെയൊക്കെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നു ഇപ്പോഴും എന്നാ പറയണത്. ഭക്തിയുടെ മാഹാത്മ്യം. കുബേരനോട് ഭക്തിയെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഭക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനം എന്നാണ്. അതല്ലേ ഇതിന്റെ അർത്ഥം? ധനപതിയോട് ഭക്തിക്ക് വേണ്ടി യാചിച്ചു എന്ന് പറഞ്ഞാൽ ഭക്തിയാണ് ലോകത്തെ ഏറ്റവും വലിയ ധനം എന്നാണ്. ആ ധ്രുവന്റെ വംശത്തിലാണ് അങ്കൻ എന്ന രാജാവ്. അദ്ദേഹത്തിന് കുട്ടികളുണ്ടായി. കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു യജ്ഞം ചെയ്തു. അതിൽ പ്രസാദം ഉണ്ടായി. ആ പ്രസാദം അദ്ദേഹം ഒന്ന് വാസനിച്ച്, എന്റെ വാസന വന്നപ്പോഴേ കഴിക്കാൻ പറ്റില്ല, കഴിച്ചാൽ ഗർഭം ധരിച്ചു, കഴിക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ഒന്ന് വാസനിച്ചു. എന്നിട്ട് ഭാര്യയ്ക്ക് കൊണ്ടുകൊടുത്തു. സുനീത എന്നാണ് ഭാര്യയുടെ പേര്. ഭാര്യ ഗർഭം ധരിച്ചു. ഉണ്ടായ പുത്രൻ ദുഷ്ടനായി. വാസനിച്ചതുകൊണ്ടാണെന്നൊക്കെ പറയണു ചിലര്. ആയിരിക്കാം, അല്ലാതിരിക്കാം. ഏതായാലും ഈ നിവേദ്യമൊക്കെ വാസനിക്കരുത്, അല്ലെങ്കിൽ ഭക്ഷണമൊന്നും വാസനിക്കരുത് എന്നൊക്കെ പറയും. നമ്മളിപ്പോ എല്ലാം നച്ചു നോക്കിയിട്ടേ കഴിക്കുള്ളൂ. വാസനിച്ച് അശുദ്ധാവുന്നതാണ്. എന്തായാലും സുനീത പ്രസവിച്ചത് ഒരു മഹാവികടനായിട്ടുള്ള പുത്രനാണ്. ആ പുത്രന്റെ പേരാണ് വേനൻ. ഈ വേനൻ മൂലം ഇദ്ദേഹത്തിന് വിരക്തി ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ, വേനനെ കുട്ടിക്കാലം മുതലേ നേരെയൊക്കെ നോക്കി, വലുതായിട്ട് നേരെയായിരുന്നില്ല. ആള് പഴയായിട്ട് വന്നു. അവസാനം അങ്ങനെ ഒരു ദിവസം ആരോടും പറയാതെ എഴുത്തൊക്കെ എഴുതി വെച്ച് പോയി. രാജാവിനെ കാണാതെ മന്ത്രിമാരൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒരു എഴുത്ത്. ആ എഴുത്തിലെന്താ? ഇങ്ങനെ ഒരു പുത്രൻ ഉണ്ടായത് വലിയ ഭാഗ്യമായി എന്നാണ്. എല്ലാവർക്കും ഇതുപോലൊരു പുത്രൻ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ്? ഇങ്ങനെ ഒരു ദുഷ്ടനോ അവനോനോ ഉണ്ടായി, എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെയല്ല, രാജാവ് പറഞ്ഞു. രാജാവ് എന്താ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നല്ലത് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കൂടും. നേരെ മറിച്ച് എന്തെങ്കിലും ചീത്ത അനുഭവങ്ങൾ, കുന്തിദേവിയുടെ പ്രാർത്ഥന ഓർമ്മയില്ലേ?
വിപദ സന്തുമ ആപത്തുണ്ടായാൽ വേഗം ഭഗവാനെ ഓർമ്മ വരും. അതുപോലെ ഈ ചീത്ത പുത്രന്മാരുണ്ടായാൽ എത്ര എളുപ്പ ഭഗവാനെ ഓർമ്മ വരാൻ, വിരക്തി വരാൻ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെ അദ്ദേഹം നന്ദി പറഞ്ഞു ഭഗവാനോട്, ഇങ്ങനെ ഒരെണ്ണത്തിനെ തന്നതില് എന്ന് പറഞ്ഞു. അദ്ദേഹം പോയിന്നാണ്. ആ വേനൻ രാജ്യം ഭരിച്ച് കുട്ടിച്ചോറാക്കി. ഉദാഹരിക്കണില്ല വർത്തമാന കാലവുമായിട്ട്. എന്തായാലും വേനന്റെ രാജ്യഭരണം മഹർഷിമാർ ഉപദേശിച്ച് നേരെയാക്കാൻ ശ്രമിച്ചു. അവരോട് വേനൻ തട്ടിക്കേറി. സത്യത്തിൽ നിങ്ങള് ജാരനെ പ്രാർത്ഥിക്കുന്ന സ്ത്രീയെ പോലെയാണെന്നൊക്കെയാണ് മഹർഷിമാർ. ഭർത്താവിരിക്കുമ്പോൾ വേറൊരു പുരുഷനെ കാമിക്കുന്ന ആളെ പോലെയാണ് നിങ്ങൾ. ഞാനിവിടെ രാജാവായിട്ടുള്ള ഞാനാണ് ഈശ്വരൻ. അങ്ങനെയൊക്കെ ചില ശാസ്ത്രങ്ങളൊക്കെ പറയും രാജാവ് ഈശ്വരനാണെന്നൊക്കെ. ഇയാളത് ആ എന്താ പറയുക വേർഡ് മീനിങ്ങിനെടുത്തു. ഞാൻ ഇവിടെ ഈശ്വരനായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ വേറൊരു ഈശ്വരനെ ഭജിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കുലടകളായിട്ടുള്ള സ്ത്രീകളെ പോലെയാണെന്നൊക്കെ പറയും മഹർഷിമാര്. ഒരു ഹുങ്കാരം ശപിക്കാനൊന്നും ഉറപ്പില്ല. ഹും അവരെന്തോ പറയാൻ പോയുള്ളൂ, അപ്പോഴേക്കും ഇയാൾ മരിച്ചു. വേനൻ അത്രേ ഉള്ളൂ അർത്ഥം. വേനന്റെ ശരീരം എണ്ണത്തോണിയിലിട്ട് സൂക്ഷിച്ചു സുനീത അമ്മ. പിന്നീട് രാജാവില്ലാണ്ടായപ്പോൾ രാജ്യത്തെ സകല ആളുകളും കുഴപ്പക്കാരായിട്ട് തീർന്നു. അപ്പോ കുറ്റം കെട്ടവനാണെങ്കിലും വേണ്ടില്ല ഒരു രാജാവ് ഉണ്ടാവുക നല്ലത് ഭേദം, ഇല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെയാവും എന്ന് വിചാരിച്ച് മഹർഷിമാര് മന്ത്രിമാരൊക്കെ ഇടപെട്ട് ഇദ്ദേഹത്തിന്റെ ശരീരം കടയാൻ തീരുമാനിച്ചു. ശരീരം കടഞ്ഞപ്പോൾ ആദ്യം കാലുകളാണ് കടഞ്ഞത്. അപ്പോ കുറുകി നിറയെ രോമങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ടായി. അവരത്ര കാട്ടാളന്മാർ, ദുഷാദന്മാർ. കൈകൾ കടഞ്ഞപ്പോഴാണ് ഭഗവാൻ പൃഥു എന്ന പേരിലും ഭഗവതി അർച്ചിസ് എന്ന പേരിലും അവതരിച്ചു. ഈ പൃഥുവിന്റെ ചരിതം വളരെ വിസ്തരിച്ച് പറയുന്നു. പൃഥു ആദിരാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നു. അതായത് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്ന് പ്രവർത്തിച്ചു കാണിച്ച ഒരു രാജാവാണ് പൃഥു. അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ സൂതമാഗധര് എന്നു പേരായിട്ടുള്ള സ്തുതി പാഠകരുണ്ട്. അവർ സ്തുതിച്ചു പൃഥുവിനെ. അവരുടെ ജോലിയാണ് സ്തുതിക്കുക എന്നുള്ളത്. അങ്ങനെ അവർ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ പൃഥു പറഞ്ഞു, ഞാനിവിടെ ജനിച്ചിട്ടേ ഉള്ളൂ, ഒരു കർമ്മവും ചെയ്തിട്ടില്ല, പിന്നെ നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് ഈ സ്തുതിക്കണത്? നിർത്തൂ. മഹർഷിമാർ പറഞ്ഞു, നിർത്തണ്ട, സാക്ഷാൽ ഭഗവാനാണ്, നിങ്ങളോട് സ്തുതിച്ചോളൂ, അദ്ദേഹം ഭഗവാനാണ്, നിങ്ങൾ പറയണതൊക്കെ ശരിയാവും. അവരങ്ങനെ സ്തുതിച്ചു. അതൊക്കെ കഴിഞ്ഞ് പൃഥു രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജനങ്ങളൊക്കെ ദുഃഖിച്ചിങ്ങനെ പൃഥുവിൻ്റെ അടുത്ത് വരികയും രാജാവിൻ്റെ അടുത്ത് ഒന്നുമില്ല. വേനന്റെ രാജ്യഭരണം കഴിഞ്ഞപ്പോഴേ ഒന്നുമില്ലാണ്ടായി. ഭൂമിയിൽ ഒന്നും മുളക്കില്ല. ആ നിലയ്ക്ക് വരണ്ടിങ്ങനെ കിടക്കുകയാണ്. ഭക്ഷണമൊന്നുമില്ല. ആളുകളുടെ ദാരിദ്ര്യം കണ്ടപ്പോൾ പൃഥുവിനെ മനസ്സലിഞ്ഞു. പൃഥു വിചാരിച്ചു ഭൂമി ദേവിയുടെ അഹന്തയാണ്. ഭൂമി തൻ്റെ ഓഷധികളെയും അതുപോലെ വൃക്ഷങ്ങളെയും ചെടികളെയും ഒന്നും പുറത്തേക്ക് വിടുന്നില്ല, ഇത് അകത്ത് പിടിച്ചു വെച്ചേക്കാണ്. അങ്ങനെ ഭൂമി ദേവിയെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ച അമ്പും വില്ലുമായിട്ട് പറഞ്ഞു. ഭൂമി ഒരു പശുവിന്റെ രൂപം എടുത്ത് ഓടാൻ തുടങ്ങി പേടിച്ച്. എത്ര ഓടിയിട്ടും പൃഥു പിന്നാലെയുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ. അവസാനം ഭൂമി ദേവി തിരിഞ്ഞു വന്ന് ക്ഷമാപണം പറഞ്ഞു സ്തുതിച്ചു പൃഥുവിനെ. അങ്ങ് എന്തിനാണ് എന്നെ നിഗ്രഹിക്കാൻ നോക്കുന്നത്? എന്നെ കൊന്നു കഴിഞ്ഞാൽ ഈ ജനങ്ങളൊക്കെ പിന്നെ എവിടെയാണ് ജീവിക്കുക? പൃഥു പറഞ്ഞു, നിന്നെ പോലെ എത്ര എണ്ണത്തിനെ വേണമെങ്കിൽ ഞാൻ സൃഷ്ടിക്കാം, എത്ര ഭൂമിയെ വേണമെങ്കിൽ ഞാൻ സൃഷ്ടിക്കാം, അതൊന്നും വിഷയമല്ല, നിന്റെ അഹങ്കാരം ഞാൻ തീർക്കും. അപ്പോൾ പറഞ്ഞു, ഈ വേനനെ പോലെ ഒരാൾ ഭരിച്ചത് കാരണമാണ്, അതുപോലെയുള്ള ദുഷ്ടന്മാർ വർദ്ധിച്ചത് കാരണം ഞാൻ ഇതിങ്ങനെ ഒന്ന് സൂക്ഷിച്ചു വെച്ചതാണ്, അങ്ങക്ക് എന്ത് വേണമെങ്കിൽ എന്നിൽ നിന്ന് കറന്നെടുക്കാം. അങ്ങനെ പൃഥുവിന്റെ നേതൃത്വത്തിൽ ഓരോ വിഭാഗത്തിൽപ്പെട്ടവര് അവരവർക്ക് വേണ്ടത് ഈ പശുവിൽ നിന്ന് അവരവരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ പൈക്കിടാവായിട്ട് കണക്കാക്കിക്കൊണ്ട്
പിന്നെ കിടാവ് ചെന്ന് കുടിച്ചാലാണല്ലോ ചൊരത്തുക. അങ്ങനെ കണക്കാക്കിക്കൊണ്ട് അവരവരുടെ പ്രത്യേക വിശിഷ്ടങ്ങളായിട്ടുള്ള പാത്രങ്ങളിൽ അവർ കറന്നെടുത്തു എന്നാണ് അവരവർക്ക് വേണ്ടത്. അപ്പൊ ഗന്ധർവന്മാർ സംഗീതം കറന്നെടുത്തു എന്ന് പറയും. അതുപോലെ ഈ ദേവന്മാർ സോമരസം കറന്നെടുത്തു എന്ന് പറയും. ഇങ്ങനെ ഓരോരുത്തർ അവരവർക്ക് അസുരന്മാർ മദ്യം കറന്നെടുത്തു എന്ന് പറയും. ഒരേ പശുവിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ താല്പര്യത്തനുസരിച്ച് ഈ ഭൂമിയിൽ എന്തും അനുഭവിക്കാം എന്നർത്ഥം. അങ്ങനെ ഭൂമിയിൽ പിന്നെ ആ ഭൂമിയിൽ കുന്നും മലകളൊക്കെ ഒന്ന് ഇടിച്ച് നേരെയാക്കി പട്ടണങ്ങളും ഗ്രാമങ്ങളും കെട്ടിടങ്ങളും ആളുകൾക്ക് ജീവിക്കാനുള്ള ഭൗതികമായിട്ടുള്ള എല്ലാം ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പൃഥ്വിന് തോന്നി അതുകൊണ്ട് മാത്രം ഇവർക്ക് ശ്രേയസ് ഉണ്ടാവില്ല. അങ്ങനെ അവർക്ക് ദൈവീകമായിട്ടുള്ള ആനുകൂല്യം ഉണ്ടാവണം എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം ധാരാളം യാഗങ്ങൾ ചെയ്തു. ആ യാഗങ്ങൾ 99 കഴിഞ്ഞ് 100ാമത്തെ യാഗം തുടങ്ങിയപ്പോൾ ഇന്ദ്രൻ ഇടപെട്ടു. 100 യാഗം ചെയ്താൽ ഇന്ദ്രപദവി എന്നാണ്. ശതക്രതു എന്ന ഇന്ദ്രനൊരു പര്യായമുണ്ട്. ക്രതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗം, യജ്ഞം. 100 യാഗം ചെയ്തയാള് എന്ന് ഇന്ദ്രനൊരു പര്യായമുണ്ട്. അപ്പോ പൃഥു 100ാമത്തെ യാഗം ചെയ്തപ്പോൾ ഇന്ദ്രൻ മുടക്കാൻ വേണ്ടി ശ്രമിച്ചു. പലതവണ ശ്രമിച്ചു. അവസാനം പൃഥു തന്നെ പുറപ്പെട്ടു. അതുവരെ പൃഥുവിന്റെ മക്കളൊക്കെയാണ് ഇന്ദ്രൻ കട്ടുകൊണ്ടുപോയ യാഗാശ്വത്തൊക്കെ പിടിച്ചുകൊണ്ടുവരാം. വീണ്ടും തുടർന്നപ്പോൾ പൃഥു തന്നെ പുറപ്പെട്ടു കോപിച്ചു. അപ്പോ ബ്രഹ്മാവ് എന്ന് പറഞ്ഞു, വേണ്ട, അങ്ങ് 99 ചെയ്തില്ലേ, അങ്ങക്ക് ഇന്ദ്രപദവി ഒന്നും വേണ്ടല്ലോ, ആളുകൾക്ക് നല്ലത് വരണം എന്ന് വിചാരിച്ചിട്ടല്ലേ 99 മതി, നിർത്തിക്കോളൂ. എന്തിനാ പറഞ്ഞത്, അങ്ങും ഭഗവാന്റെ അവതാരം ഇന്ദ്രനും ഭഗവാന്റെ അവതാരം, നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. പൃഥു നിർത്തി. ഇത് കണ്ടപ്പോ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ വന്നു. ഇങ്ങനെ പൃഥുവിന്റെ ഈ ഗുണം കണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. 99 യാഗം ചെയ്തയാള് ഏകോന ശതക്രതു എന്നൊരു പേര് പൃഥുവിന് ഉണ്ടായി. അങ്ങനെ പിന്നെ പൃഥു ചെയ്തത്, ഇതുകൊണ്ടും ആളുകൾക്ക് പൂർണ്ണ തൃപ്തിയൊന്നും ഉണ്ടാവില്ല, അവർക്ക് പൂർണ്ണരാവില്ല, അത് ജ്ഞാനം കൊണ്ടേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് അവരെ ഉപദേശിക്കാൻ ആരംഭിച്ചു. എന്താണ് വേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത് എന്നൊക്കെ പൃഥു ഉപദേശിച്ചു. ഭഗവാന്റെ മഹിമ, ഭക്തിയുടെ മഹിമ ഒക്കെ ഉപദേശിച്ചു. അങ്ങനെ ജനങ്ങളെ ആ നിലയ്ക്കും പൃഥു നേരായ വഴിക്ക് നയിക്കാൻ ശ്രമിച്ചു. ഒരിക്കൽ ഒരു സദസ്സിൽ വെച്ച് പൃഥു ഒരു സത്രത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സനൽകുമാര മഹർഷി ആവിർഭവിച്ചു. അദ്ദേഹത്തെ തൊഴുതു നമസ്കരിച്ചുകൊണ്ട് പൃഥു അദ്ദേഹത്തിൽ നിന്ന് ജ്ഞാനം സമ്പാദിച്ചു. ഇങ്ങനെ സനൽകുമാരനും പൃഥുവിനും തമ്മിലുള്ള സംഭാഷണമൊക്കെ ഇതിൽ കാണാം. ഈ പൃഥു ഭഗവാനോട് ചോദിച്ച ഒരു വരമുണ്ട്. എന്താ വരം? എനിക്ക് 10,000 ചെവികൾ ഉണ്ടാവണം എന്നൊക്കെയാണ് ഭഗവാനോട് ചോദിക്കുന്നത്. എന്തിനാ ഈ 10,000 ചെവി? എനിക്ക് അങ്ങയുടെ കഥകൾ കേട്ട് മതി, 2 ചെവി കൊണ്ടൊന്നും കേട്ടാൽ പോരാ, അതിനു വേണ്ടിയിട്ടാണ്. ഭഗവത് കഥകൾ കേൾക്കാൻ എനിക്ക് 10,000 ചെവികൾ തരുമെന്നാണ്. അത്രയും കേട്ടിട്ട് മതിയാവണില്ല എന്നൊക്കെ വരഞ്ഞു ചോദിച്ചു എന്നൊക്കെ പറയും. ഇങ്ങനെ സനൽകുമാരനും പൃഥുവും തമ്മിലുള്ള സംഭാഷണം അതൊക്കെ വളരെ വിശിഷ്ടമാണ്. അവസാനം അദ്ദേഹം പുത്രന്മാരെ രാജ്യഭാരം ഏൽപ്പിച്ച അർച്ചിസോടുകൂടി വാനപ്രസ്ഥാശ്രമത്തെ സ്വീകരിച്ചു. പിന്നീട് കാലാന്തരത്തിൽ പൃഥു ദേഹം ഉപേക്ഷിച്ചു. അർച്ചിസ് പൃഥുവിന്റെ ചിതയിൽ ചാടി തന്റെ ദേഹവും ഉപേക്ഷിച്ചു. അർച്ചിസും മുക്തയായി തീർന്നു എന്ന് പറയുന്നു. ഇങ്ങനെ അത്യത്ഭുതമായിട്ടുള്ള പൃഥുവിന്റെ ചരിത്രം. ആ വംശത്തിൽ പ്രാചീന ബർഹിസ് എന്നൊരു രാജാവ്. ഇനി വേഗം അവസാനിപ്പിക്കാം. ഇപ്പോ 4ാമത്തെ സ്കന്ധത്തിലെ 4ാമത്തെ കഥയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ കഥ വളരെ വിസ്തരിച്ച് പറയേണ്ടതാണ്. പക്ഷെ നമ്മൾ 2 വാചകത്തിൽ ചുരുക്കും. എന്നിട്ട് നമ്മൾ അടുത്ത സ്കന്ധത്തിലേക്ക് കിടക്കുകയാണ്. അതിലും നമ്മൾ വളരെ വേഗത്തിൽ ഓടിച്ച് പറഞ്ഞ് തൽക്കാലം നമുക്ക് വായിക്കണമല്ലോ ഒരധ്യായം കൂടി. അങ്ങനെ ആ ഭദ്രകാളി പ്രാദുർഭാവം വായിച്ച് നമുക്ക് ഇവിടെ സമർപ്പിക്കണം. അപ്പോ അടുത്ത കഥകൾ വേഗത്തിലാവും. പിന്നെ നാളെ നമുക്ക് സമയമുണ്ടെങ്കിൽ
നമുക്ക് കുറച്ചൊക്കെ നോക്കാം എന്ന് മാത്രം. കാരണം നാളെ നമുക്ക് കുറച്ച് സമയം ചിലപ്പോൾ ഉണ്ടാവും. കാരണം ഭൂഗോള വർണ്ണന, ജ്യോതിർഗോള വർണ്ണന, നരക വർണ്ണന ഇതൊക്കെ വർണ്ണിക്കാതിരിക്കണേലും ഭേദം ഇന്നത്തെ കഥകൾ പറയാവും എന്നുള്ളത് കൊണ്ട് നമുക്ക് നാളെ വേണമെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ നാളെയുണ്ട് വേറെ കഥകളൊക്കെ ഇഷ്ടം പോലെ, എന്നാലും ചിലപ്പോൾ സമയം കിട്ടും. ഏതായാലും ധ്രുവന്റെ വംശത്തിൽ ഒരു രാജാവ്, ബർഹിസത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്, പ്രാചീന ബർഹിസ്. അങ്ങനെയാണ് ചിലർക്ക് അച്ഛനമ്മയിട്ട് ഒരു പേര് കൂടാതെ ഒരു നാട്ടുകാരിടും, അതുപോലെ ഇട്ട പേരാണ്. എന്താ കാരണം? പ്രാചീന ബർഹിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കോട്ട് തലയായിട്ട് പുല്ല്, ഗർഭപ്പുല്ല് വിരിച്ച ആളെന്നാണ് പ്രാചീന ബർഹിസ്. അയാളുടെ പ്രവൃത്തി കൊണ്ട് വന്നതാണ്. അയാൾക്ക് എപ്പോഴും ഇങ്ങനെ യാഗം ചെയ്യുന്നതാണ് ജോലി. യാഗം ചെയ്ത് നിർത്തലില്ല. ഒന്ന് കഴിഞ്ഞാൽ അടുത്ത് നോക്കി അങ്ങനെ തുടർച്ചയായിട്ട് യാഗം ചെയ്യുന്ന ആളാണ്. എപ്പോഴും യാഗശാലയിലാണ്. അതുകൊണ്ടാണ് പ്രാചീന ബർഹിസ് എന്ന പേര് കിട്ടി. അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ട്. എല്ലാവരും ഒരുപോലെയാണ്, ഒരേപോലെ 10 പുത്രന്മാരെ ഒരുമിച്ചുണ്ടായതാണ്. അതുകൊണ്ട് അവർക്ക് ഒറ്റ പേരായിട്ടുള്ളൂ. അതിന് വരെ സമയമില്ല. 10 പുത്രന്മാർക്ക് 10 പേരെ അന്വേഷിച്ച് വിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം യാഗം ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് പ്രചേരസ്കൻ എന്ന് അവർക്ക് പേര്. ഈ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞു പോയി തപസ് ചെയ്യും. അതിന് കുട്ടികളെ അയച്ചു. ഇയാൾ യാഗം തന്നെ ചെയ്തു. രാജാവാണ്, പക്ഷെ യാഗം തന്നെ ചെയ്തു. കുട്ടികൾ തപസ് ചെയ്യാൻ പോയി. അങ്ങനെ അവര് പടിഞ്ഞാറെ സമുദ്രതീരത്ത് പോയി സമുദ്രതീരത്തുള്ള ഒരു തടാകത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് തപസ് ചെയ്യാൻ പറ്റും. അത് ഗുരുവായൂർ തീർത്ഥക്കുളാണെന്നൊക്കെ ഐതിഹ്യമുണ്ട്, പറയാറുണ്ട്. മമ്മിയൂരപ്പനാണ് അവരുടെ മുമ്പിൽ വന്ന ആ ശിവൻ, രുദ്രൻ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ആ രുദ്രൻ ഭഗവാനെ തപസ് ചെയ്യാൻ വന്ന അവരോടുള്ള സംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകി എന്നാണ്. വളരെ സുദീർഘമായിട്ടുള്ള ഒരു മന്ത്രം ഉപദേശിച്ചു. യോഗാദേശം എന്നതിന് പേര്, രുദ്രഗീതം എന്നും പേരുണ്ട്. അതിലെ ഒരു മന്ത്രമാണ് നമ്മളിവിടെ ചെല്ലാറുള്ളത്. ഏതാ മന്ത്രം? ദർശനം നോ ദിദുക്ഷൂണാം ദേഹി ഭാഗവതാർച്ചിതം എന്ന മന്ത്രം. അപ്പോ അങ്ങനെ ഉപദേശിച്ച് അവരവിടെ ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാനത്തിൽ, ആ മന്ത്രത്തിന്റെ അവസാനത്തിൽ ഭഗവാൻ പറയാണ്, ശിവൻ പറയാണ്, അധേദം നിത്യതായുക്തോ ജപൻ അവഹിത പുമാൻ അജിരാത് ശ്രേയ ആപ്നോതി വാസുദേവ പരായണ. ഈ മന്ത്രം നിത്യം ജപിച്ചു കഴിഞ്ഞാൽ ശ്രേയസ് ഉണ്ടാവും. എന്താ ഈ ശ്രേയസ് എന്ന് പറഞ്ഞാൽ? ശ്രേയസാമിഹ സർവേഷാം ജ്ഞാനം നിശ്രേയസം വരം സുഖം തരതി ദുഷ്പാരം ജ്ഞാന നൗർവ്യസനാർണവം എന്നാണ്. ശ്രേയസ് എന്താ? ജ്ഞാനമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാലോ സത്യം എന്താണെന്ന് തിരിച്ചറിയാം. എന്താണുള്ളത്, എന്താണ് ഇല്ലാത്തതെന്ന് വേർതിരിച്ച് വ്യക്തമായിട്ട് അറിയാം. ഇതാണ് ജ്ഞാനം. ഈ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ഗുണം? സുഖം തരതി, സുഖമായിട്ട് നമുക്ക് ഈ സംസാരത്തെ തരണം ചെയ്യാം. ഈ ജ്ഞാനമാകുന്ന തോണിയിൽ കയറി നമുക്ക് സുഖമായിട്ട് തരണം ചെയ്യാം. ഈ മന്ത്രം ജപിച്ചാൽ അതാണ് ഗുണം എന്ന് ഭഗവാൻ തന്നെ പറയാം. അപ്പൊ പ്രാചീന ബർഹിസ് ഇവിടെ യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ തപസ് ചെയ്യുന്നു മക്കള്, ഈ മന്ത്രം ജപിച്ചുകൊണ്ട്. ഒരിക്കൽ നാരദ മഹർഷി പ്രാചീന ബർഹിസിന്റെ അടുത്ത് വന്നു. എന്തിനാണ് യാഗം ചെയ്യണമെന്ന് ചോദിച്ചു. സ്വർഗസുഖം അനുഭവിക്കാൻ. സ്വർഗകാമോ യജേത എന്നാണല്ലോ വേദത്തില്. സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. എന്നാ അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ നാരദ മഹർഷി ചൂണ്ടിക്കാണിച്ച ദിക്കിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു. ഈ വഴിക്ക് പോയാൽ സ്വർഗത്തിലെത്തില്ല, ഉറപ്പാണ്. എന്താ കാരണം? അവിടെ കുറെ ജന്തുക്കൾ, കുറെ പശുക്കള്, കുറെ ആടുകള് ഒക്കെ ഇങ്ങനെ, കുറെ എന്ന് പറഞ്ഞാൽ പശുക്കളല്ലേ എന്ന് വിചാരിക്കണ്ട, അനേകണ്ട്, ആയിരക്കണക്കിനാണ് പശുക്കള്.
അവിടെ ഇങ്ങനെ അവരിങ്ങനെ കൊമ്പ് കൊടുത്തോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ചുണ്ടി എടുത്തുകൊണ്ട്, കണ്ടാലറിയാം. അപ്പോ പ്രാചീന പരിസ്ഥിതി ചോദിച്ചു, അല്ല വേറെ വഴിയൊന്നുമില്ല? ഇല്ല, അങ്ങക്ക് ഈ വഴി തന്നെ പോണം. അതെന്താ ഇങ്ങനെ, ഇവരൊക്കെ ആരാ ചോദിച്ചു. അതൊക്കെ ഞാൻ പറയാം. അങ്ങ് യാഗങ്ങളിൽ കൊന്ന പശുക്കളും ജന്തുക്കളുമാണ് ഇതൊക്കെ. അങ്ങ് പോകുമ്പോ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ വഴിക്ക് അങ്ങ് അവിടെ എത്തുകയാണെങ്കിൽ ശരിയാണ്. അപ്പോ അത് എത്തില്ല എന്ന് ഇദ്ദേഹത്തിന് തന്നെ ബോധ്യമായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ ഈ യാഗം ചെയ്തത്, ഇതൊക്കെ ചെയ്തത്. ഇപ്പോ നരകത്തിനേക്കാൾ കഷ്ടമായി. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യൂ, അങ്ങ് ഇപ്പൊ എന്തൊരു യാഗം തുടങ്ങാൻ പോവല്ലേ? അതെ, തൽക്കാലം ഇപ്പൊ നിർത്തൂ. ഞാനൊരു കഥ പറയാം, ഇത് കേട്ടിട്ട് തുടങ്ങിയാൽ മതി. അങ്ങനെ അദ്ദേഹം ഒരു കഥ പറയാണ്. പണ്ട് പുരഞ്ജനൻ എന്നു പേരായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഒരാളുണ്ട്. അയാളുടെ പേരൊന്നും അറിയില്ല, അങ്ങനത്തെ ആളാണ്. അവര് മാനസ സരസിൽ ജീവിക്കുകയായിരുന്നു. ഒരിക്കൽ ഈ പുരഞ്ജനന് തോന്നി ഒന്ന് കറങ്ങി വരണം, ഭൂമിയിലൊക്കെ ഒന്ന് പോകണം, പല സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം എന്ന് തോന്നി. അങ്ങനെ ആ കൂട്ടുകാരനോട്, പേരറിയാത്ത കൂട്ടുകാരനോട് ബൈ ബൈ പറഞ്ഞ് അദ്ദേഹം ഭൂമിയിൽ വന്നു. പല സ്ഥലത്തും സഞ്ചരിച്ചു. അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുള്ള സ്ഥലത്തൊക്കെ അദ്ദേഹം ധാരാളം നല്ല ധനികനാണ്. അതുകൊണ്ട് അദ്ദേഹം ഇഷ്ടം പോലെയുള്ള കൊട്ടാരങ്ങളൊക്കെ കെട്ടി അതാത് സ്ഥലത്ത് കുറച്ചു കാലം ജീവിച്ചു. ചില ദിക്കിൽ കുറെ അധികം കാലം ജീവിക്കും, ചില ദിക്കിൽ കുറച്ചു കാലം ജീവിക്കുള്ളൂ. ചിലപ്പോൾ ഉണ്ടാക്കുമ്പോഴേക്കും വേണ്ട എന്ന് തോന്നുന്നു തട്ടിക്കളയും. എനിക്കാണ് അദ്ദേഹം ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി. ഇവിടെ കുറച്ചു കാലം താമസിക്കാം എന്ന് വെച്ചു. അങ്ങനെ അദ്ദേഹം കൊട്ടാരം പണിയാനുള്ള ഉദ്ദേശമാണ്. അപ്പൊ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് പോലും ഇല്ലാത്തൊരു കൊട്ടാരം അവിടെ അങ്ങനെ കാണുന്നു. നല്ല 2 തൂണിലാണ് ആ കൊട്ടാരം പണിത് കൊടുത്തിട്ടുള്ളത്. 9 വാതിലുകൾ പല നിലകളിലായിട്ടുണ്ട് ആ കൊട്ടാരത്തിന്. ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുന്നു നവമുഖി. നല്ല അതിനനുസരിച്ചിട്ടുള്ള, ആ കൊട്ടാരത്തിനനുസരിച്ചിട്ടുള്ള പേരെന്നെ, അർത്ഥവത്തായിട്ടുള്ള പേരാണ് നവമുഖി. പക്ഷേ ആ ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. എന്താ കാരണം? അവിടെ 5 തലയുള്ള സർപ്പം പത്തി വിടർത്തി നിൽക്കുകയാണ്. ഈ കൊട്ടാരത്തിന്റെ രക്ഷ ചെയ്യണത് ഈ സർപ്പമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ പല സംവിധാനങ്ങളും അവിടെയുണ്ട്, പുറമേ നിന്ന് നോക്കിയാൽ തന്നെ വിശിഷ്ടങ്ങളായിട്ട്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീ അവിടെ വന്നു. അവൾക്ക് കുറെ 10-11 പ്രധാനപ്പെട്ട ദാസിമാരൊക്കെ ഉണ്ട്. വേറെ 100 കണക്കിന്, അവരുടെ ഓരോ ദാസിക്കും 100 കണക്കിന് ശിഷ്യഗണങ്ങളുണ്ട്. ഇത്രയൊക്കെ ആയിട്ട് ഒരു സ്ത്രീ അവിടെ വന്നു. ആ സ്ത്രീ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ കൊട്ടാരങ്ങൾ നോക്കണത്? അല്ല, ഒന്നുമില്ല, എൻ്റെ ഒരു സൗന്ദര്യമൊക്കെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നി. അങ്ങേക്ക് ഈ കൊട്ടാരത്തിൽ താമസിക്കണം? താമസിക്കണം എന്നാ ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്നെ കല്യാണം കഴിക്കേണ്ടി വരും. ഇതിലും വലിയ ഭാഗ്യമുണ്ടോ? അത്ര നല്ല സുന്ദരിയായിട്ടുള്ള സ്ത്രീ. അദ്ദേഹത്തിന് നല്ല സന്തോഷമായി. അങ്ങനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കാന്ന് വെച്ചാൽ കൈ പിടിച്ചു. അങ്ങനെ അകത്തേക്ക് പോയി. അകത്തേക്ക് പോയപ്പോ അതില് അതികേമമായി, പുറത്തുനിന്ന് നോക്കണ പോലെയല്ല, അകത്താണെങ്കിൽ അതികേമമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെയാണ്. എന്തൊക്കെ ആധുനികമായിട്ടുള്ള സിസ്റ്റങ്ങളാണ് അവിടെ ഉള്ളത്. ഈ 9 വാതിലുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ കൊട്ടാരത്തില്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, അകത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഓരോ വാതിലിലൂടെയും കടന്നു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തേക്കാ എത്തുക. ഇപ്പൊ നമ്മുടെ വീടിന്റെ ഏത് വാതിലിനെ കടന്നാലും നമുക്ക് എത്താം, ഒരേ സ്ഥലത്തേക്ക് എത്താം. ഇതിലങ്ങനെ പറ്റില്ല. ഒരു വാതിലിലൂടെ കടന്നു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തേക്ക് കാണും, വേറെ വാതിലിലൂടെ വേറെ പ്രദേശം. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രത്യേകത. ഇതിനൊക്കെ ഓരോ പേരുണ്ട്. ഏതായാലും ഇങ്ങനെയൊക്കെ. പിന്നെ മട്ടുപ്പാവില് കൃഷി, ഇതൊക്കെ അന്നേ ഉണ്ടെന്ന് അർത്ഥം. എന്തൊക്കെയാ സംവിധാനങ്ങളൊന്നും നിശ്ചയില്ല. അപ്പോ ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അന്ന് വൈകുന്നേരം ആയപ്പോൾ ഈ ഭാര്യയ്ക്ക് പേരെന്താന്ന് ചോദിച്ചു ഇയാള്. പക്ഷെ പേരൊന്നും ആ കുട്ടിക്കും അറിയില്ല. അങ്ങനെ പേരൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്.
അപ്പൊ ഇയാള് സൗകര്യത്തിന് വേണ്ടി ഒരു പേരുണ്ട് പുരഞ്ജനി. ഇയാളുടെ പേര് പുരഞ്ജനൻ എന്നാണ്. പുരഞ്ജനി എന്ന് പേര്. അങ്ങനെ ആ പുരഞ്ജനിയും അങ്ങനെ കഴിയുമ്പോൾ ഇയാൾ വൈകുന്നേരം ആയപ്പോൾ ഈ കുട്ടി എന്തോ ഗ്ലാസ്സിലെടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അത് ഇത് എന്താന്ന് ചോദിച്ചു. അങ്ങക്ക് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താന്ന് നോക്കട്ടെ, സ്വാദ് നോക്കട്ടെ. അത് കുടിച്ചപ്പോൾ ഇയാൾക്ക് ഒന്നുകൂടി ഉത്സാഹമായി. പിന്നെ പുരഞ്ജനി ചെയ്യണതാണ് പുരഞ്ജനൻ അനുകരിക്കുക. പുരഞ്ജനി ചിരിച്ചാൽ പുരഞ്ജനൻ ചിരിക്കും, പുരഞ്ജനി കരഞ്ഞാൽ പുരഞ്ജനൻ കരയും, പുരഞ്ജനി നടന്നാൽ പുരഞ്ജനൻ നടക്കും. ഇങ്ങനെ പുരഞ്ജനിയെ അനുകരിച്ച് പുരഞ്ജനൻ നടക്കുന്നൊരവസ്ഥ. ഇങ്ങനെ പറയാനാണെങ്കിൽ അനേകമുണ്ട്. ഒരിക്കൽ ഇദ്ദേഹം എത്ര സുഖാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മടുപ്പ് വരും. ഒന്ന് ഫ്രഷ് ആവാൻ പുറത്ത് പോകണം തോന്നും. അങ്ങനെ ഇദ്ദേഹം ഒരിക്കൽ നായാട്ടിന് പോയി. ആ നായാട്ടിന് പോകണമെന്നൊക്കെ കേമാണ്. പ്രത്യേക തരത്തിലുള്ള രഥത്തിലേറിയിട്ടാണ് ഇദ്ദേഹം പോണത്. അത്ര ഒക്കത്തിനും വിശേഷമുണ്ട്. അതിഗംഭീരമായിട്ടൊരു കഥയാണ്. അങ്ങനെ അദ്ദേഹം നായാട്ടിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ പുരഞ്ജനിക്ക് ഒരു പിണക്കം. പുരഞ്ജനിയെ അന്വേഷിച്ചിട്ട് കാണാനില്ല. തോഴിമാര് പറഞ്ഞു, അവിടുത്തെ ജോലിക്കാർ പറഞ്ഞു, ക്രോധാകാരത്തിലാണ്. കൊട്ടാരത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ഓരോ മൂഡിനനുസരിച്ച് ഓരോ റൂമാണ്. ദേഷ്യം വന്നായിരിക്കാനുള്ള റൂമും ക്രോധാകാരം. ഇപ്പുറത്തെ കോമഡി നല്ല രസമായിട്ടിരിക്കാൻ അവിടെ വേറെ ഒരു റൂമുണ്ട്. കരയണമെങ്കിൽ അവിടെ സീരിയൽ മാത്രം കിട്ടുന്ന ചാനലുണ്ട്. അങ്ങനെയൊക്കെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ ക്രോധാകാരത്തിനെന്ന് വെച്ചാൽ ശുണ്ഠിയെടുത്ത് കിടക്കാന്നർത്ഥം. അവിടെ പോയിട്ട് സമാധാനിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞു. എണീക്കണില്ല. കാലൊക്കെ ഒഴിഞ്ഞു കൊടുത്തു. ഇത്രേ ചവിട്ടൊക്കെ കിട്ടി ഇദ്ദേഹത്തിന് പലതവണ. പക്ഷെ ഇദ്ദേഹം ശപഥം ചെയ്തു എന്നാണ്, ഇനി ഞാൻ പോവില്ല. അപ്പോ പതുക്കെ പുരഞ്ജനി എണീറ്റു. അങ്ങനെ പതുക്കെ അനുനയിപ്പിച്ച് കൊണ്ടുവന്നു. വീണ്ടും അവർ ജീവിതം ആരംഭിച്ചു. പക്ഷെ വീണ്ടും ഇദ്ദേഹം പിന്നെ ഒരിക്കൽ നായാട്ടിന് പോയി. പിന്നെ ഇതിങ്ങനെ നായാട്ടിന് പോവുക, ചവിട്ട് കിട്ടുക, നായാട്ടിന് പോവുക, ചവിട്ട്, ഇതൊക്കെ ഇങ്ങനെ ശീലമായി. അതിനിടയ്ക്ക് വേറൊരു പ്രശ്നം ഉണ്ടാവുന്നത്. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഒരു പ്രശ്നം. കല്യാണം കഴിക്കുന്നവരൊക്കെ കഴിച്ച ഉടനെ അധികം താമസിയാതെ മരിക്കും. ഈ കുട്ടിക്കാണെങ്കിൽ കല്യാണം കഴിക്കാണ്ടും പറ്റില്ല. അപ്പൊ ഇങ്ങനെ മാറി കല്യാണം കഴിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ കുട്ടിക്ക് കൂട്ടുകാരായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. ഭയൻ, പ്രജ്വാരൻ, ഇങ്ങനെ തുടങ്ങിയ അനേകം പേരുണ്ട്. അങ്ങനെ ആ കുട്ടി ഒരിക്കൽ ഈ പുരഞ്ജനെ വന്ന് കല്യാണം കഴിക്കുക. പുരഞ്ജനൻ സമ്മതിച്ചിട്ടല്ല, പിന്നുകൂടെ വന്ന് മാലിട്ട് കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് കൈ കയറി പിടിച്ചു. ഈ കാഴ്ചയാണ് പുരഞ്ജനി ചായയും കൊണ്ട് വരുമ്പോൾ കാണുന്നത്. വേറൊരു പെൺകുട്ടി ഇയാളെ കയറി പിടിച്ചിട്ടാണ്. പുരഞ്ജനിക്ക് എത്തായില്ല. പുരഞ്ജനി പിന്നെ നിത്യം ക്രോധാകാരത്തിലായി. വാതിലടച്ചു. പുരഞ്ജനാണെങ്കിൽ പുരഞ്ജനിയെ തന്നെ പുരഞ്ജനിന് ഒട്ടും ആഗ്രഹമില്ല ഈ കുട്ടിയെ. ഇപ്പൊ വന്ന കുട്ടി കാണാൻ ഒട്ടും കൊള്ളില്ല. കാലകന്യാന്ന് വെച്ച പേര് കോന്ത്രമല്ലൊക്കെ ആയിട്ട്. പുരഞ്ജനിയെ തന്നെ ആലോചിച്ച് പുരഞ്ജനെ നിൽക്കുക. അപ്പൊ വേറെയും ഉണ്ട്. ഒരു ചണ്ഡവേഗൻ എന്ന് പേരായിട്ടുള്ള ഒരു ഗന്ധർവൻ ഉണ്ട്. ആ ഗന്ധർവൻ നിരന്തരം ഈ കൊട്ടാരത്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 365 ആണുങ്ങളും 365 പെണ്ണുങ്ങളുമാണ് അദ്ദേഹത്തിന്റെ സൈന്യത്തിലുള്ളത്. ഇങ്ങനെ അദ്ദേഹം നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ നേരിടുന്നത് 5 തലയുള്ള സർപ്പാണ്. ഇതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുരഞ്ജനൻ എന്ത് ചെയ്തു? പുരഞ്ജനി എന്ത് ചെയ്തിട്ടും വാതിൽ ഉറക്കണില്ല. പുരഞ്ജന് മടുത്തു. പുരഞ്ജനിയെ ഓർത്ത് അദ്ദേഹം അങ്ങോട്ട് ശരീരം പേടിയാണ്. അപ്പോഴേക്കും ഈ 5 തലയുള്ള സർപ്പമൊക്കെ ചത്തേക്കണം. അതെ, അല്ലെങ്കിൽ എറിഞ്ഞു പോയിന്നോ എന്തോ വെച്ചാൽ പറയാം. അതിന് രക്ഷയില്ലാണ്ടായി. ചണ്ഡവേഗൻ ഈ കൊട്ടാരം സ്വന്തമാക്കി. പുരഞ്ജനിയെ ചിന്തിച്ച് മരിച്ചതുകൊണ്ട് വിദർഭ രാജ്യത്തെ ഒരു രാജകുമാരിയായിട്ട് ജനിച്ചു, വൈദർഭിയായിട്ട് ജനിച്ചു. ആ വൈദർഭി മലയധ്വജൻ എന്നു പേരായിട്ടുള്ള ഒരു രാജകുമാരനെ വിവാഹം ചെയ്തു. അവർക്ക് 7 കുട്ടികളൊക്കെ ഉണ്ടായി. പിന്നെ കുട്ടികളൊക്കെ വളർന്നപ്പോൾ അവരെ രാജ്യഭാരം ഏൽപ്പിച്ച് മലയധ്വജനോടുകൂടി ഈ വൈദർഭി വാനപ്രസ്ഥം സ്വീകരിച്ചു. മലയധ്വജൻ തപസ് ചെയ്ത് അദ്ദേഹം മുക്തനായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരം ചിതയിൽ വെച്ചുകൊണ്ട് സതി അനുഷ്ഠിക്കാൻ തുടങ്ങുകയാണ് വൈദർഭി. അപ്പോ ഒരു ബ്രാഹ്മണൻ അവിടെ വന്നു. അവിടെ നിൽക്കും, ഒരു സെക്കൻഡ്.
ചാടാൻ പോവല്ലേ? ഒരു മിനിറ്റ് നിൽക്കൂ. എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇല്ല, മനസ്സിലായില്ല. അല്ല, നിനക്ക് നിന്നെ മനസ്സിലായോ? ചോദ്യാണത്. ഞാൻ വൈദർഭി. നീ വൈദർഭി തന്നെയാണോ? ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. അല്ലാട്ടോ, ഞാൻ പുരഞ്ജനാണ്. ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. അല്ല, ഓർമ്മ വരുന്നില്ല. എന്നാ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ രണ്ടുപേരെ ഒരുമിച്ച് മാനസ സരസിൽ അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നീ എന്നെ വിട്ട് പോകുന്നത്. അപ്പോൾ ഓർമ്മയുണ്ടോ? ഒരു പേരില്ലാത്ത കൂട്ടുകാരൻ, അയാളാണ് ഞാൻ. അപ്പോൾ ഓർമ്മ വന്നു, നമുക്ക് മാനസ സരസിലേക്ക് തന്നെ പോവുക, ഇതൊന്നും സുഖം തരാൻ പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൈദർഭിക്ക് ഓർമ്മ വന്നു തൻ്റെ പൂർവ്വജന്മമൊക്കെ. അങ്ങനെ രണ്ടുപേരും ഹംസങ്ങളായിട്ട്, രണ്ട് അരയന്നങ്ങളായിട്ട് മാനസ സരസിലേക്ക് പറന്നുപോയി എന്ന് പറഞ്ഞ് കഥ അവസാനിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഇത് വെറും കഥയല്ല, എന്തോ കാര്യമുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ അതിൻ്റെ തത്വം കൂടി പറഞ്ഞു തരണം എന്ന് ഈ പ്രാചീന ബർഹിസ് നാരദ മഹർഷിയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഈ പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവാണ്, പേരില്ലാത്ത കൂട്ടുകാരൻ പരമാത്മാവാണ്, ഭഗവാനാണ്. അങ്ങനെ പരമാത്മാവിനെ വിട്ട് ജീവാത്മാവ് ഓരോരോ ശരീരങ്ങൾ എടുക്കുന്നതിനെയാണ് പുരം നിർമ്മിച്ച് കൊട്ടാരം പണിതു, ഓരോ ശരീരത്തിൽ ജീവിച്ചു, അത് തട്ടിക്കളഞ്ഞു, വേറെ സ്ഥലത്ത് പോയിട്ട് ജീവിച്ചു എന്നൊക്കെ പറയണം. ഹിമാലയത്തിന്റെ തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഭാരതമാണ്. ഭാരതത്തിൽ വന്ന് മനുഷ്യനായിട്ട് ജനിച്ചു എന്നാണ്. രണ്ട് കാലുള്ള കൊട്ടാരം, നവമുഖി, 9 ദ്വാരങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അതുകൊണ്ടാണ് നവമുഖി എന്ന് പറഞ്ഞത്. പുരഞ്ജനി എന്ന് പറഞ്ഞത് ബുദ്ധിയാണ്. ബുദ്ധി പറയുന്നതിനനുസരിച്ചാണ് ജീവൻ പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് പുരഞ്ജനി ചെയ്തത് പുരഞ്ജനി നടന്നാൽ പുരഞ്ജനം നടക്കും എന്നൊക്കെ പറയണത്. ബുദ്ധിക്കനുസരിച്ച് ജീവൻ പ്രവർത്തിക്കുന്നു എന്ന് പറയാണ്. പിന്നെ ദാസികളൊക്കെ ആയിട്ട് പറഞ്ഞത് ഇന്ദ്രിയങ്ങളാണ്, മനസ്സാണ്, വിഷയങ്ങളാണ് ഇവരുടെ വൃന്ദങ്ങള് എന്നൊക്കെ പറഞ്ഞു. ഓരോ വാതിലൂടെയും ഓരോ സ്ഥലത്തേക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞു. കണ്ണുകൊണ്ട് കാഴ്ചയാണ്, രൂപം കാണാം. മൂക്കുകൊണ്ട് ഗന്ധം, അല്ലാതെ കണ്ണുകൊണ്ട് ഗന്ധം അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓരോ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഓരോ വാതിലിലൂടെ വേറെ വേറെ സ്ഥലത്തേക്കാൻ പോകുക എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ജീവാത്മാവിന്റെ കഥയാണ് ഇത് അവതരിപ്പിച്ചത്. ജീവാത്മാവിന് ഇവിടെ കിടന്ന് പല ശരീരങ്ങളെടുത്ത് ഈ ലോകത്ത് ചുറ്റിത്തിരിഞ്ഞത് കൊണ്ട് ഒരിക്കലും സാഫല്യം നേടാൻ സാധിക്കില്ല. അത് എവിടുന്നാണോ വന്നത് അവിടേക്ക് തന്നെ എത്തിച്ചേരണം. എവിടുന്നാ വന്നത്? ആ മാനസ സരസിൽ നിന്ന് പരമാത്മാവിനോട് കൂടെ ഇരിക്കുന്ന ആ ജീവാത്മാവ് ഇവിടെ ചുറ്റിത്തിരിഞ്ഞത് കൊണ്ടാണ് എല്ലാ കഷ്ടപ്പാടും ഉണ്ടായത്. നമുക്ക് അവിടെ തന്നെ എത്തിയാലേ സമാധാനം ഉണ്ടാവുള്ളൂ. അവിടെ തന്നെ എത്താന്ന് പറഞ്ഞാൽ അതിന് മുക്തി എന്ന് പറയും. മുക്തി ആണ് നേടേണ്ടത് എന്ന് പറഞ്ഞു. ഇതാണ് ഈ പുരഞ്ജനോപാഖ്യാനം എന്നതിൻ്റെ തത്വം. ചുരുക്കി പറയാമെന്ന് പറഞ്ഞിട്ട് വിശദമായിട്ട് പറഞ്ഞു. ഇനി എന്തായാലും നമുക്ക് ആ അധ്യായം വായിച്ച് ഭദ്രകാളി പ്രാദുർഭാവം വായിച്ച് സമർപ്പിക്കാം. ഭരതന്റെ കഥ മാത്രം നമുക്ക് അല്പം ഒന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് അത് വായിക്കാം. പ്രിയവ്രതന്റെ കഥയാണ് 5ാമത്തെ സ്കന്ധത്തിൽ പറയാം. ആ വംശത്തിൽ ഋഷഭൻ എന്നു പേരായിട്ട് ഭഗവാന്റെ ഒരു അവതാരം. ആ കഥയൊക്കെ നമുക്ക് നാളെ പറ്റുവാണെങ്കിൽ ഒന്നുകൂടി പറയാം. ഋഷഭന്റെ 100 പുത്രന്മാരിൽ മൂത്ത പുത്രൻ ഭരതൻ. ഭരതൻ അതിശ്രേഷ്ഠനാണ്. മറ്റുള്ളവരുടെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് അനുസ്മരിക്കാം. ഭരതൻ അതികേവനായിട്ടുള്ള ആള്. അദ്ദേഹം ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന് പത്നിമാര്, പുത്രന്മാര് ഒക്കെ ഉണ്ട്. അദ്ദേഹം ഭക്തനുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ പുത്രന്മാരൊക്കെ വളർന്നു വലുതായപ്പോൾ അവരെ രാജ്യഭാരം ഏൽപ്പിച്ച് ഭഗവാനെ ഏകാന്തമായിട്ട് ഭജിക്കാനായിട്ട് കാട്ടിൽ വന്നു. പുലഹാശ്രമത്തിൽ വന്നുകൂടി. എല്ലാം ഉപേക്ഷിച്ച് വന്നയാളാണ് ഭഗവാനെ ഭജിക്കാൻ വേണ്ടി. അങ്ങനെ പുലഹാശ്രമത്തിൽ, ഗണ്ഡകി നദീ തീരത്താണ് പുലഹാശ്രമം. അദ്ദേഹം അവിടെ ഇരുന്ന് ഭജിക്കുകയാണ് ഭഗവാനെ. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കൽ സ്നാനം ചെയ്യാൻ വേണ്ടി ഗണ്ഡകി നദിയിൽ ചെന്നപ്പോൾ ഒരു പൂർണ്ണഗർഭിണിയായിട്ടുള്ള മാൻപേടം അവിടെ വെള്ളം കുടിക്കാൻ വന്നു. ആ സമയത്ത് ഒരു സിംഹഗർജനം കേട്ട് മാൻപേട പേടിച്ച് എടുത്ത് ചാടി. ആ ചാട്ടത്തിൽ മാൻപേട പ്രസവിച്ചു. കുട്ടി വെള്ളത്തിൽ വീണു.
പ്രസവത്തോടുകൂടി ഈ കള്ളമാൻ ചത്തു. ഈ കുട്ടി ജലത്തിൽ ഇങ്ങനെ ഒഴുകുകയാണ്. ഇദ്ദേഹത്തിന് കാരുണ്യം തോന്നി. അദ്ദേഹം വേഗം പോയി ആ മാൻകുട്ടിയെ രക്ഷിച്ചു കൊണ്ടുവന്നു. പക്ഷേ അതിനെ ഉപേക്ഷിക്കാൻ പിന്നെ മനസ്സ് വന്നില്ല. അതിനോടൊരു മമത വന്നുപോയി. ഈ മാൻകുട്ടിക്ക് താൻ മാത്രമല്ലേ ഉള്ളൂ രക്ഷ എന്ന് വിചാരിച്ച് അതിനെ ലാളിച്ച് അതിനു വേണ്ട ഭക്ഷണം ഒക്കെ കൊടുത്ത് അതിനെ ഇങ്ങനെ വളർത്താൻ, അതിനോടുള്ള സ്നേഹം നിമിത്തം ഭഗവത് ഭജനം കുറഞ്ഞു വന്നു. അങ്ങനെ ഇതിനോടുള്ള മമത കൂടി ഭഗവത് ഭജനം കുറഞ്ഞപ്പോൾ അദ്ദേഹം അറിഞ്ഞില്ല ആയുസ് പോണത്. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണം അടുത്തു വന്നു. അപ്പോഴും അദ്ദേഹം മാൻകുട്ടിയെ ചിന്തിച്ച് മരിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു മാനായിട്ട് പിറന്നു. പക്ഷേ പൂർവജന്മത്തിൽ നല്ല ഭജനം ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് സ്മൃതി ഉണ്ടായി, പൂർവജന്മ സ്മൃതി ഉണ്ടായി. തനിക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിയതാണ് താൻ ഈ മാനിന്റെ ജന്മം എടുക്കാൻ കാരണം എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ഇനി ആരോടും സംഘം ചെയ്യില്ല എന്ന് അദ്ദേഹം നിശ്ചയിച്ചു. അങ്ങനെ അദ്ദേഹം ആ മാൻകൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് പണ്ടത്തെ പുലഹാശ്രമത്തിന്റെ ഭാഗത്ത് വന്ന് ജീവിതം കഴിച്ചു. തന്റെ ശരീരം വീഴാറായി എന്ന് തീരുമാനമായപ്പോൾ അദ്ദേഹം ഗണ്ഡകി നദിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ആ ശരീരം ഉപേക്ഷിച്ചു. അടുത്ത ജന്മത്തിൽ അദ്ദേഹം ഒരു ബ്രാഹ്മണന്റെ പുത്രനായി ജനിച്ചു. ആ ജന്മത്തിലും അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ആരോടും സംസാരിക്കില്ല. ഉപനയനാദി സംസ്കാരങ്ങൾ അച്ഛൻ ചെയ്തപ്പോൾ പോലും അദ്ദേഹം ഗായത്രി ജപിക്കാൻ തന്നെ വിസമ്മതിച്ചു. അല്ലെങ്കിൽ തനിക്ക് ശബ്ദിക്കാൻ കഴിയില്ല എന്നതുപോലെ മറ്റുള്ളവർക്ക് തോന്നിപ്പിച്ചു. അങ്ങനെ ഒരു ജഡനെ പോലെ അദ്ദേഹം കാണപ്പെട്ടു. ആളുകൾക്ക് ഇദ്ദേഹത്തിന്റെ വൈശിഷ്ട്യമൊന്നും മനസ്സിലായില്ല. ജഡഭരതൻ എന്ന് നമുക്ക് വിളിക്കാം, അന്ന് എങ്ങനെയാണ് വിളിച്ചത് എന്നറിയില്ല. ഏതായാലും ഒന്നിനും കൊള്ളാത്ത ഒരാളെ പോലെയാണ് മറ്റുള്ളവർക്കൊക്കെ അനുഭവപ്പെട്ടത്. പക്ഷേ ബ്രഹ്മജ്ഞാനിയായിരുന്നു അദ്ദേഹം. അച്ഛന്റെയും അമ്മയുടെയും കാലം കഴിഞ്ഞു. സഹോദരന്മാരുടെ സംരക്ഷണത്തിലായി അദ്ദേഹം. ഒരിക്കൽ സഹോദരന്മാര് ഇദ്ദേഹത്തിന് ഒരു കൃഷിസ്ഥലത്ത് കൃഷി നോക്കാൻ വേണ്ടി കൊണ്ടിരുത്തി. അവിടെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ബ്രഹ്മതേജസ് കൊണ്ട് തന്നെ കൃഷിയൊക്കെ വർദ്ധിച്ചു. ഇദ്ദേഹത്തിന് ഭക്ഷണമൊന്നും, നല്ല ഭക്ഷണമൊന്നും കൊടുക്കണ്ട. ഈ സഹോദരന്മാര് അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. പിണ്ണാക്കോ അല്ലെങ്കിൽ കരിഞ്ഞതോ പൊളിച്ചതോ വളിച്ചതോ ഒക്കെ കൊടുക്കും. അതൊക്കെ അമൃത് പോലെ അദ്ദേഹം കഴിക്കും. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി. അദ്ദേഹത്തിന് എല്ലാം ബ്രഹ്മമയമാണ്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ സുഖമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു വൃഷള രാജാവ്, അദ്ദേഹത്തിന് കുട്ടികളില്ല. ഏതോ ഒരു ജ്യോത്സ്യൻ പറഞ്ഞു, ഭദ്രകാളി ക്ഷേത്രത്തിൽ നരബലി നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടാവും എന്ന്. നരബലി നടത്താൻ വേണ്ടി അദ്ദേഹം എല്ലാം തയ്യാറാക്കിയിരുന്നു. അവിടെ ആ ബലി കൊടുക്കാനുള്ള ഒരു പുരുഷനെയും അദ്ദേഹത്തിന്റെ ഭൃത്യന്മാർ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു. അയാൾ പക്ഷേ ഈ സമയമെടുത്തപ്പോൾ കാര്യം മനസ്സിലാക്കി എങ്ങനെയോ രക്ഷപ്പെട്ടു. ഈ ബലിമൃഗത്തെ കൊണ്ടുവരാൻ വേണ്ടി അന്വേഷിച്ചപ്പോൾ അവർ കൊണ്ടുവന്ന് താമസിപ്പിച്ച പുരുഷൻ അവിടെ കാണാനില്ല. അവർ ഭയന്നു. ആരെയും കിട്ടിയില്ലെങ്കിൽ തങ്ങളിൽ ഒരുത്തരെ വെട്ടും, ഉറപ്പാണ്. അതുകൊണ്ട് അവർ അന്വേഷിച്ചപ്പോൾ ഭരതനെ കണ്ടെത്തി. അവര് വേഗം കയ്യിൽ പിടിച്ചു. ഭരതൻ എണീറ്റു, അവരുടെ ഒപ്പം നടന്നു. കുളിപ്പിച്ച് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അവര് നേരെ ബലിപീഠത്തിലേക്ക് നയിച്ചു ഭരതന് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ല. അവിടെ ഇരുന്നു. അവിടെ ധാരാളം പന്തങ്ങളും വിളക്കുകളും ഒക്കെ കൊളുത്തിയിട്ടുണ്ട്. വാദ്യങ്ങളൊക്കെ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. അവിടെ പ്രധാന പൂജാരി വാളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ബലി കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട്. പ്രാർത്ഥിച്ചുകൊണ്ട് രാജാവും രാജപത്നിയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഘോരമായിട്ടുള്ള അന്തരീക്ഷം. ഭരതനൊരു കുലുക്കമില്ല. അങ്ങനെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് വാളോങ്ങിയപ്പോഴേക്കും ഭദ്രകാളി ബ്രഹ്മതേജസ അതിദുർവിഷഹേണ ദന്തക്യമാനേന സഹസാ ഉച്ചചാട സൈവദേവി ഭദ്രകാളി എന്നാണ്. ഭരതന്റെ ബ്രഹ്മതേജസ് കൊണ്ട് ഭദ്രകാളിക്ക് ഇരിക്കാൻ പറ്റിയില്ല അത്ര വിഗ്രഹരൂപത്തിൽ. അങ്ങനെ ഭദ്രകാളി പുറത്ത് ചാടുകയാണ്, ധാരാളം കൈകളിൽ ആയുധങ്ങളൊക്കെ ആയിട്ട്. അപ്പോഴേക്കും ഭദ്രകാളിയുടെ കൂട്ടുകാര് ഒക്കെ അവിടെ വന്നു ചേർന്നു. ഭൃത്യഗണങ്ങളൊക്കെ വന്നു ചേർന്നു, ഭൂതഗണങ്ങളൊക്കെ. ഭദ്രകാളി പ്രധാന ആ പുരോഹിതന്റെ തല ആദ്യം വെട്ടി, രാജാവിന്റെ തല വെട്ടി.
അങ്ങനെ ദുഷ്ടന്മാരുടെയൊക്കെ തലവെട്ടി അവിടെ ഒരു പന്തുകളി നടത്തി എന്നാണ്. ശിരക്കന്തുകലീലയ. ആ ശിരസ്സുകളെ മുഴുവൻ പന്തുകളാക്കി ഇങ്ങനെ തട്ടിക്കളിച്ചു, ചോര കുടിച്ചു, അങ്ങനെ നൃത്തമാടി ഇത്ര കൂട്ടുകാരോട് കൂടി. സന്തോഷമായില്ലേ എന്ന ഭാവത്തിൽ ഭദ്രകാളി ദേവി ഭരതന്റെ മുമ്പിൽ ചെന്ന് നിന്നു എന്നാണ്. ഭരതൻ ഒന്ന് സ്തുതിക്കാൻ പോലും മെനക്കെട്ടില്ല, അവിടെ നിന്ന് എണീറ്റ് പോയി എന്നാണ്. അദ്ദേഹത്തിന് മരിച്ചാൽ എന്താ, ജനിച്ചാൽ എന്താ, ഒരാൾ രക്ഷിച്ചു എന്നോ എന്നെ ഒരാൾ കൊല്ലുവാൻ പോകുന്നു എന്നോ അങ്ങനെയൊന്നുമുള്ള വിചാരമൊന്നും ഭരതനില്ല. താൻ ബ്രഹ്മമാണ്, താൻ ആത്മാവാണ് എന്ന് നിശ്ചയം വന്നയാളാണ് ഭരതൻ. ആ ഭരതനെ രക്ഷിച്ച ആ ഭദ്രകാളിയുടെ ആവിർഭാവ കഥ വായിച്ചുകൊണ്ട് നമുക്കിവിടെ ഇന്നത്തെ പാരായണ പ്രഭാഷണങ്ങളൊക്കെ സമർപ്പിക്കാം. ഈ അധ്യായത്തിന്റെ അവസാനത്തിലാണ് ഭദ്രകാളി പ്രാദുർഭാവം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ നവമോധ്യായ. ശ്രീശുക ഉവാച. അഥ കസ്യചിത് വിജവരസ്യാംഗിരപ്രവരസ്യ സമദവ തപസ്വാധ്യായാധ്യേയത്യാഗ സന്തോഷ തിതിക്ഷാ പ്രശ്രയ വിദ്യാനസൂയ ആത്മജ്ഞാനാനന്ദയുക്തസ്യ ആത്മസദൃശ ശ്രുതശീലാചാരൂപൗദാര്യ ഗുണ നവസോദര്യ അംഗജ ബഭൂർമിഥുനം ചായമീയസ്യാം ഭാര്യായാം. യസ്തു തത്രാത്മാം സംവരമ ഭാഗവതം രാജഋഷിപ്രവരം ഭരതമുത്സൃഷ്ട മൃഗശരീരം ചരമശരീരേണ വിപ്രത്വംഗതമാഹു. തത്രാപി സ്വജനസംഖ്യാച്ച ഭൃശമുദ്വിജമാനോ ഭഗവത കർമ്മബന്ധ വിധ്വംസന ശ്രവണ സ്മരണ ഗുണ വിവരണ ചരണാരവിന്ദയുഗളം മനസാ വിദധദാത്മന പ്രതിഘാതമാശങ്കമാനോ ഭഗവത് അനുഗ്രഹേണ അനുസ്മൃത സ്വപൂർവജന്മാവനിരാത്മാനമുന്മത്ത ജഡാന്ധ ബധിരസ്വരൂപേണ ദർശയാമാസ ലോകസ്യ. തസ്യാപി ഹവാ ആത്മജസ്യ വിപ്ര പുത്രസ്നേഹ അനുബദ്ധവന ആ സമാവർത്തനാൽ സംസ്കാരാൻ യഥോപദേശം വിദധാന ഉപനീതസ്യ പുനഃ ശൗചാചമനാദി കർമ്മനിയമാൻ അനഭിപ്രേതാനപി സമശിക്ഷയത് അനുശിഷ്ടേന ഹി ഭാവ്യം പുത്രേണേതി സചാപി തദുഹ പിതൃസന്നിധാവേവാസദ്ധീജീനമിവ സ്മകരോതി ഛന്ദാംസി അധ്യാപയിഷ്യൻ സഹ വ്യാഹൃതിഭി സപ്രണവശിരസ്ത്രിപദീം സാവിത്രീം ഗ്രൈഷ്മവാസന്തികാന്മാസനധീയാനപ്യസമവേദരൂപം ഗ്രാഹയാമാസ. ഏവം സ്വതനുജാത്മന്യനുരാഗാവേശരിക്ത ശൗചാധ്യയന വ്രതനിയമ കുർവനല ശുശ്രൂഷണാദ്യൗപകുർവാണക കർമാണ്യനഭിയുക്താന്യപി സമനുശിഷ്ടേന ഭാവ്യമിത്യസദാഗ്രഹപുത്രമനുശാസ്യ. സ്വയം താവദനധിഗത മനോരഥ കാലേന അപ്രമത്തേന സ്വയം ഗൃഹ ഏവ പ്രമത്ത ഉപസംഹൃത. അഥ യദീയസി ദ്വിജസതീ സ്വഗർഭജാതം മിഥുനം സപത്ന്യാ ഉപന്യസ്യ സ്വയമനുസംസ്ഥയാ പ്രതിലോകമഗാൽ പിതറ്റുപരതേ ഭ്രാതര ഏനമതൽ പ്രഭാവവിദസ്ത്രയ്യാം വിദ്യായാമേവ പര്യവസിതമതയോ ന പരവിദ്യായാം ജഡമതിരിതി ഭ്രാതുരനുശാസന നിർബന്ധാന്യവൃത്സന്ത. സച പ്രാകൃതൈർവിപദ പശുഭിരുന്മത്ത ജഡ ബധിരേത്യഭിഭാഷ്യമാണോ യഥാ തദനുരൂപാണി പ്രഭാഷണേ കർമാണി ച സകാര്യമാണ് പരേച്ഛയാ കരോതി വിഷ്ടിതോ വേദനതോ വാ യാശ്രയായ യദൃച്ഛയാവോപസാദിതമൽപം ബഹുമൃഷ്ടം കഥനം വാഭ്യവഹരതി പരം നേന്ദ്രിയപ്രീതി നിമിത്തം നിത്യനിവൃത്ത നിമിത്ത സ്വസിദ്ധ വിശുദ്ധാനുഭവാനന്ദ സ്വാത്മലാഭാധികമ സുഖ ദുഃഖയോർ ദ്വന്ദ്വ നിമിത്തയോർ അസംഭാവിത ദേഹാഭിമാന ശീതോഷ്ണവാത വർഷേഷു വൃഷ ഇവാനാവൃതാംഗ പീനസംഹൃനാംഗ സ്ഥണ്ഡില സംവേശനാനുന്മർദ്ദനാമജ്ജനരജസ മഹാമണിരിവാനഭിവ്യക്ത ബ്രഹ്മവർത്തസ കുപടാവൃത കടികുപവീതേനോരുമഷിണ ദ്വിജാതിരിതി ബ്രഹ്മബന്ധുരിതി സംജ്ഞയാതജ്ഞജനാവമതോ വിചചാര. യദാ തു പരതാഹാരം കർമ്മവേതനീഹമാന സ്വഭ്രാതൃഭിരപി കേദാരകർമ്മണി നിരൂപിതസ്തദപി കരോതി കിന്തു ന സമം വിഷമം ന്യൂനമധികമിതി വേദ കണപിണ്യാക ഫലീകരണകുൽമാഷ സ്ഥാലീപുരീഷാദീന്യപ്യമൃതവദഭ്യവഹരതി. അഥ കഥാചിൽ കശ്ചിൻ വൃഷഭപതി ഭദ്രകാള്യേ പുരുഷപശുമാനപദാപത്യകാമ തസ്യ ദൈവമുക്തസ്യ വശോപദവീം തദനുചരാ പരിധാവന്തോ നിശീഥസമയേ തമസാവൃതായാം
അനധികതപശവ ആകസ്മികേന മിഥിനാകേദാരാൻ വീരാസനേന മൃഗവരാഹാദിഭ്യാം സംരക്ഷമാണമങ്കിരപ്രവരമു സുതമപശ്യൻ അധത ഏനം അനവദ്യലക്ഷണം അവവൃശ്യ ഭക്തകർമ്മ നിഷ്പത്തി മന്യമാന ബദ്ധ്വാരശനയ ചണ്ഡികാഗൃഹം ഉപനിന്യു മുദാ വികസിതവദന അധ പണയസ്തം സ്വവിധിനാഭിജിത്യാഹതേന വാസസാച്ഛാദ്യ ഭൂഷണാലേപ സ്രക്തിലകാദിഭിനുപസ്കൃതം ഭുക്തവന്തം ധൂപദീപമാല്യലാജകിസലയാങ്കുര ഫലോപഹാരോപേതയ വൈശസംസ്ഥയാ മഹതാ ഗീത സ്തുതി മൃദംഗപണവഘോഷേണ പുരുഷപശും ഭദ്രകാള്യാ പുരത ഉപവേശയാമാസു അഥ വൃഷളരാജമണി പുരുഷപശോരസ്കാസമേനം ദേവീം ഭദ്രകാളീം യക്ഷ്യമാണ തദഭിമന്ത്രിതം അസിമധികരാള നിശിതമുപാദിതേ ഇതി തേഷാം വൃഷളാനാം നിജസ്തമ പ്രകൃതീനാം ധനമദരജ ഉത്സിക്തമനസാം ഭഗവത്കലാവീരകുലം തദർത്ഥീകൃത്യോൽപഥേന സ്വൈരം വിഹരതാം ഹിംസാവിഹാരാണാം കർമാദിദാരുണം യൽ ബ്രഹ്മഭൂതസ്യ സാക്ഷാത് ബ്രഹ്മഋഷിസുതസ്യ നിർവൈരസ്യ സർവഭൂതസുഹൃതസ്ഥൂലായാമപ്യനനുമതമാലംബനം തദുപലഭ്യ ബ്രഹ്മതേജസാ അതിദുർവിഷഹേണ ദന്തഹ്യമാനേന വപുഷാ സഹസാ ഉച്ചതാട സൈവ ദേവീ ഭദ്രകാളി അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഭൃഷ്ടമരുഷരോഷാവേശരഭസവിലസിതം ഭ്രൂടിവിടപ കുടിലതം ശ്രാരുണേക്ഷണാടോപാധിഭയാനകവദനാ ഹന്തുകാമേവേദം മഹാട്ടഹാസമതി സംരംഭേണ വിമുഞ്ചന്തൗ തദ ഉൽപദ്യവാപിയസാം ദുഷ്ടാനാം തേനൈവാസിന വിവൃഗ്നശീർഷ്ണാം ഗളാശ്രവന്നവസജാസമം അത്യുഷ്ണം സഹഗണേന നിപീയാദിപാനവദ വിഹ്വലോച്ചൈസ്തരാം സുപാർഷതേയ സഹജഗൗ നനർത്തച വിജഹാരത ശിരഃ കർത്തുകലീലയാ ഏവമേവ ഖലു മഹദഭിചാരാദിക്രമ കാസ്തേനാത്മനേ ഫലതി നവാ ഏതത് വിഷ്ണുദത്ത മഹദത്ഭുതം യദ സംഭ്രമ സ്വശിരശ്ഛേദന ആപാദിതേപി ആപതിതേപി വിമുക്തദേഹാദ്യാത്മഭാവ സുദൃഢ ഹൃദയഗ്രന്ഥീനാം സർവസത്വസുഹൃദാത്മനാം നിർവൈരാണാം സാക്ഷാൽ ഭഗവതാ നിമിഷാരിവരായുധേന പ്രമത്തേന തൈസ്തൈർഭാവൈഃ പരിരക്ഷ്യമാണാനാം തൽപാദമൂലമകൃതശ്ചിൽ ഭയമുപസൃതാനാം ഭാഗവത പരമഹംസാനാം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പഞ്ചമസ്കന്ധേ ജഡഭരതചരിതേ നവമോऽധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാളെ ഭരതന്റെ ചരിതം തുടരും. രഘുഗണ്ണുമായിട്ടുള്ള സംഭാഷണം, പിന്നീട് നാളത്തെ വിശിഷ്ടങ്ങളായിട്ടുള്ള